സഹോദരങ്ങളെ, സൂറത്ത് അറാഫ് 175 വചനമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഖുർആനിന്റെ വൈജ്ഞാനികമായ വായന നമ്മളതിന്റെ വളരെ ഉന്നതമായ ഒരവസ്ഥയിലേക്ക്, തലത്തിലേക്ക് നാം ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. ഖുർആനിലെ ഒരു വചനവും പോലും ഇല്ലാതെ അതിനെ വൈജ്ഞാനികമായി തന്നെ വായിക്കണം എന്നാണ് നമ്മൾ പറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത്. ഖുർആനിലെ ഒരു വചനം പോലും പദാർത്ഥ തലത്തിൽ, അതിന് അറബിയിൽ പറയാം മാറ്റി എന്നാണ്, മെറ്റീരിയലായിട്ട് ഇംഗ്ലീഷ്, ആ തലത്തിൽ വായിക്കപ്പെടേണ്ട ഒരു വചനം പോലും പരിശുദ്ധ ഖുർആനിലില്ല. അങ്ങനെയാവുമ്പോഴേ നമുക്ക് ഖുർആനിനെ സാർവകാലികവും സാർവജനീനവും എന്നൊക്കെ പറയാൻ പറ്റുകയുള്ളൂ. ഖുർആൻ സംസാരിക്കുന്നത് നമ്മൾ പലപ്പോഴും പറഞ്ഞതാണ് മനുഷ്യന്റെ മനസ്സിനോടാണ്. മനസ്സിനോടാണ് ഖുർആൻ അഭിസംബോധന നടത്തുന്നത്. നഫ്സിനോട് എന്ന് പറയണമെങ്കിൽ പറയാം. കഴിഞ്ഞ കുറച്ച് വെള്ളിയാഴ്ചകൾക്ക് മുമ്പ് തിരൂര് വെച്ച് ഞാനത് വിശദീകരിച്ചതാണ്. മനസ്സിന്റെ വ്യത്യസ്ത തലങ്ങൾ. മനസ്സ് അതിന്റെ യാഥാർത്ഥ്യങ്ങൾ അന്വേഷിച്ച് മനസ്സിന്റെ യാത്രയാണ് സത്യത്തിൽ ഖുർആൻ വിശദീകരിക്കുന്നത്. അത് നഫ്സുൽ അമ്മാറത്തും ബിസ്സൂഇ, അവിടെ നിന്ന് തുടങ്ങി നഫ്സും സക്കിയത്ത് വരെ സംസ്കാരം നേടിയ മനസ്സിലേക്കുള്ള യാത്രയാണ് ഹഖീഖത്ത്, യാഥാർത്ഥ്യങ്ങൾ അന്വേഷിച്ചിട്ടുള്ള യാത്രയാണ് സത്യത്തിൽ ഖുർആൻ സംസാരിക്കുന്നത്. ആമുഖമായി ഒരു 4-5 മിനിറ്റ് കുറച്ച് കാര്യങ്ങൾ സൂചിപ്പിക്കും. അതിനി കൂടുതൽ വിശദീകരിക്കുന്നില്ല. അതൊക്കെ പല ആളുകളും, എന്റെ മുന്നിലിരിക്കുന്ന പല സഹോദരങ്ങളും അവിടെ നിന്ന് കേട്ടതാണ്. മറ്റതിന്റെ CD-യും മറ്റുള്ളതൊക്കെ ഇട്ട് കേട്ടതാണ്. ഇനി കൂടുതൽ വിശദീകരിക്കുന്നത്. നഫ്സുൽ അമ്മാറത്തും ബിസ്സൂഇ എന്ന് പറഞ്ഞ മനസ്സ്, സ്വയം തിന്മ കൽപ്പിക്കുന്ന മനസ്സ്. നമ്മോട് തിന്മ ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുന്ന നമ്മുടെ മനസ്സിൽ നിന്ന് നമ്മുടെ യാത്ര പുറപ്പെട്ട് ആ തിന്മകളെ സ്വയം ആക്ഷേപിച്ച് അതിൽ നിന്ന് പുറത്തു പോരുമ്പോൾ നഫ്സുൽ ലവ്വാമയായി, ലാമ എന്ന് പറഞ്ഞാൽ ആക്ഷേപിക്കുക, ലൂമു അംഫുസക്കും എന്ന് ഖുർആൻ പറയുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ തന്നെ കുറ്റം പറയുക, കുറ്റപ്പെടുത്തുക, ആക്ഷേപിക്കുക. അതാണ് നഫ്സുൽ ലവ്വാമ. ഞാനത് ചെയ്തു പോയല്ലോ എന്ന ഈ കുറ്റബോധത്തിന്റെ മനസ്സ്. അവിടെ നിന്ന് തുടങ്ങി നഫ്സുൽ മുൽഹിമ, ദൈവത്തിന്റെ ഇൽഹാമുകൾ കിട്ടുന്ന മനസ്സ്, അറിവുകൾ കിട്ടുന്ന, ദൈവികമായ നന്മകൾ ഇന്നതാണെന്ന ബോധ്യവും അറിവും കിട്ടുന്ന മനസ്സിൽ നിന്ന് തുടങ്ങി അത് ലഭിക്കുമ്പോൾ പിന്നീട് അവൻ നഫ്സുൽ മുത്മഇന്നത്തിലെത്തി, സമാധാനത്തിന്റെ മനസ്സിലെത്തി. ആ നഫ്സ് ദൈവികമായ ആശയങ്ങളെ റാളിയത്താവുകയും പിന്നീട് അതേ നഫ്സ് തന്നെ മർളിയത്താവുകയും പിന്നീട് അവിടെ നിന്ന് നഫ്സും സക്കിയത്ത്, ഖദ് അഫ്ലഹ മൻ സക്കാഹ, ആ മനസ്സിനെ സംസ്കരിച്ചവൻ വിജയിച്ചു. ഇതാണ് ആത്തു സക്കാത്ത്, സക്കാത്തിലേക്ക് വരിക എന്ന് പറഞ്ഞത്. അല്ലാതെ പൈസ കൊടുക്കലല്ല. അത് നമ്മൾ ഒരുപാട് വട്ടം സംസാരിച്ചതാണ്. ഈ തസ്കിയത്തിൽ എത്തിയ മനുഷ്യൻ, അതാണ് സക്കു അംഫുസക്കും, നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ സംസ്കരിക്കുക എന്ന് ഖുർആൻ പറഞ്ഞത്. സക്കു, നിങ്ങൾ സക്കാത്ത് കൊടുക്കുക എന്നല്ല, സക്കു അംഫുസക്കും, നിങ്ങൾ നിങ്ങളുടെ നഫ്സിനെ സംസ്കരിക്കുക. അതാണ് ഖദ് അഫ്ലഹ മൻ തസക്ക എന്ന് പറഞ്ഞത്. ഇവിടെ എത്തലാണ് മനസ്സിന്റെ യാത്രയാണത്. അപ്പൊ നഫ്സുൽ അമ്മാറത്തും ബിസ്സൂഇൽ നിന്ന് തുടങ്ങി നഫ്സും സക്കിയത്തിൽ എത്തിപ്പെടുന്ന, അതിലുള്ള നഫ്സുൽ ലവ്വാമ, നഫ്സുൽ മുൽഹിമ, നഫ്സും മുത്മഇന്ന, നഫ്സും റാളിയ, നഫ്സും മർളിയ, നഫ്സും സക്കിയ. ഇതാണ് മനസ്സിന്റെ യാഥാർത്ഥ്യങ്ങൾ അന്വേഷിച്ചുള്ള മനസ്സിന്റെ യാത്ര ഖുർആൻ വിശദീകരിച്ചു. അതാണ് ഖുർആൻ വിശദീകരിക്കുന്നത്. അതാണ് അത് ഇനി ഞാൻ കൂടുതൽ പറയുന്നില്ല, കാരണം പല പ്രാവശ്യം ഞാനത് വിശദീകരിച്ചതാണ്. നിങ്ങൾ ഇത്രയും പ്രയാസപ്പെട്ട് വരുമ്പോൾ പുതിയത് എന്തെങ്കിലും ഒരു അറിവ് കിട്ടാതിരുന്നാൽ നിങ്ങൾക്ക് മോശം. ഖുർആനിലെ ഓരോ വചനവും പുതിയ ആശയങ്ങൾ തന്നെയാണ് പറയുന്നത്. ആളുകള് മെറ്റീരിയലായ തലത്തിൽ ഇതിനെ വായിച്ചെടുക്കുമ്പോഴാണ് ഖുർആൻ അറബികളുടെ നിയമങ്ങളായി മാറിയത്.
അറബികൾക്ക് വേണ്ട നിയമങ്ങളായി മാറി ഖുർആൻ. കെട്ടുകഥകളുടെ, ചരിത്രങ്ങളുടെ, ഊഹങ്ങളുടെ വെറും ഗ്രന്ഥമായി മാറി വിശുദ്ധ ഖുർആൻ. ഖുർആൻ ഒരു ചരിത്രവും പറയുന്നില്ല. ഇനി എന്ത് നിങ്ങൾ പറഞ്ഞാലും ശരി, ഖുർആൻ ഒരു ചരിത്രവും പറയുന്നില്ല. ഖുർആൻ ഒരു ചരിത്ര ഗ്രന്ഥമല്ല. വലഖദ് ഫസ്സൽനാഹു അലാ ഇൽമിൻ വഹുദൻ വറഹ്മതൻ. ഖുർആനിനെ, ഈ കിതാബിനെ ഞാൻ ഫസൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അറബിയിൽ പറഞ്ഞ ബാബുകളായി പിരിച്ചിരിക്കുക എന്നാണ്. ഫസലുൻ, ഇതൊരു അധ്യായമാകുന്നു. 3 അധ്യായമാണ് ഖുർആനിലുള്ളത്. 1 ഇൽമ്, 2 ഹുദ, 3 റഹ്മത്ത്. താരീഖ് ഇതില്ല. താരീഖ് എന്നാൽ വലഖദ് ഫസ്സൽനൽ കിതാബ്, ഈ കിതാബിനെ ഞാൻ പിരിവുകളാക്കിയിരിക്കുന്നു. ഇൽമൻ വഹുദൻ വറഹ്മതൻ വതാരീഖൻ എന്നൊരു വാക്ക് അവിടെ കാണാനില്ല. ചരിത്ര ഗ്രന്ഥമാക്കി ഇതിനെ ഞാൻ മാറ്റിയിരിക്കുന്നു എന്ന് ഖുർആനിൽ എവിടെയുമില്ല. അപ്പൊ ഖുർആൻ ഒരു ചരിത്ര ഗ്രന്ഥമേ അല്ല. ഖുർആൻ ഇന്നിന്റെ വായനയാണ്, ഈ സെക്കൻഡിന്റെ വായനയാണ് ഖുർആൻ. ഖുർആൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഖുർആൻ എന്ന് പറയുന്നത് ഇതല്ല. അതിനെ ഒന്നുകൂടി ഉയർന്ന തലത്തിലേക്ക് നിങ്ങൾക്ക് മനസ്സിലാവുമെങ്കിൽ പറയാം. ഇത് നമ്മുടെ കയ്യിലുള്ള മുസ്ഹഫാണ്. ഖുർആൻ എന്ന് പറയുന്നത് ആലിയത്തുൽ ഇസ്തിഖ്റാഇ ഫിൽ അഖ്ലി അല്ലെങ്കിൽ ഫിൽ നഫ്സി, മനുഷ്യ ബുദ്ധിയിൽ, മനുഷ്യ ചിന്തയിൽ അവന്റെ അറിവുകളെ വേരുറപ്പിക്കാനുള്ള ഉപകരണം എന്തുണ്ടോ അതാണ് അവന്റെ ഖുർആൻ. ഈ പ്രപഞ്ചത്തെയും പ്രകൃതിയെയും തന്റെ മുന്നിലുള്ള കിതാബും മസ്തൂറിനെയും, ഇത് കിതാബും മസ്തൂറാണ്. കിതാബും മൻഷൂറുണ്ട്, അത് ഈ പ്രപഞ്ചം. ഇവിടെ പ്രസിദ്ധീകരിക്കപ്പെട്ട പുസ്തകം, അത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ആരാണ്? അച്ചടിച്ച് പുറത്തിറക്കിയിരിക്കുന്നത് അള്ളാഹുവിന്റെ പ്രസ്സിൽ നിന്നാണ്. അതാണ് കിതാബും മൻഷൂർ, പ്രസിദ്ധീകരിക്കപ്പെട്ട ദൈവത്തിന്റെ വേദം. അത് ഈ പ്രപഞ്ചവും പ്രകൃതിയാണ്. കിതാബും മസ്തൂറുണ്ട്, വരികൾക്കിടയിലൂടെയുള്ള കിതാബുണ്ട്. അതാണ് നമ്മുടെ മുമ്പിലുള്ള മുസ്ഹഫ് പോലെയുള്ള പുസ്തകങ്ങൾ. അതാണ് കിതാബും മസ്തൂറും ഖുർആൻ പറയുന്നുണ്ട്, കിതാബും മൻഷൂറും പറയുന്നുണ്ട്. മൻഷൂർ എന്ന് പറയുന്നത് ഇവിടെ പ്രസിദ്ധീകരിക്കപ്പെട്ട പുസ്തകം. അത് ഈ പ്രപഞ്ചത്തിന്റെ ഉത്ഭവം മുതൽ ഇവിടെ പ്രസിദ്ധീകരിക്കപ്പെട്ട പുസ്തകമാണ്. അതിൽ നിന്നാണ് മനുഷ്യൻ ജ്ഞാനങ്ങൾ, അറിവുകൾ നേടി ഈ പ്രപഞ്ചത്തിലുള്ള മാറ്റങ്ങളൊക്കെ മനുഷ്യൻ ഉണ്ടാക്കി തീർത്തത് ആ പുസ്തകം വായിച്ചിട്ടാണ്. ചില ആളുകൾ ചോദിക്കും, ഈ ഖിതാൽ എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ വധമല്ല, യുദ്ധമല്ല എന്ന് പറയുമ്പോൾ കുത്താൻ വരുന്ന പോത്തിനോട് പിന്നെ എന്ത് ചെയ്യണമെന്ന്. ഞാൻ പറഞ്ഞ കുത്താൻ വരുന്ന പോത്തിനോട് വേദം വായിച്ചിട്ടല്ല പ്രതികരിക്കേണ്ടത്. അവര് പറയുന്നത് കുത്താൻ വരുന്ന പോത്തിനോട് വേദമോദണമെന്നാ ചോദിച്ചത്. കുത്താൻ വരുന്ന പോത്തിനോട് വേദം വായിക്കണ്ടെന്നാ പറയണത്. വേദം അത് തിരിച്ചിട്ട് തന്നെ നമുക്ക് പറയാനുള്ളത്. അതിനെ ഒന്നുകൂടി വിശദീകരിച്ച് നമുക്ക് പറയാനുള്ളത് ഞാൻ എഴുതിയിട്ടുണ്ട്. കുത്താൻ വരുന്ന പോത്തിനോട് പിന്നെ വേദം വായിച്ചിട്ട് എങ്ങനെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടണമെന്ന് ബുക്ക് വായിച്ചിട്ടല്ല, ഒരു പുസ്തകം വായിച്ചിട്ടല്ല, നേരെ വരുന്ന വാഹനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പുസ്തകം വായിച്ചിട്ടല്ല ലോകത്ത് ഇന്ന് വരെ ആളുകൾ രക്ഷപ്പെട്ടത്. കടിക്കാൻ വരുന്ന പാമ്പിൽ നിന്ന് രക്ഷപ്പെട്ടത് ഒരു പുസ്തകവും വായിച്ചിട്ടല്ല. ആണോ? ആ സന്ദർഭത്തിൽ അതിനനുയോജ്യമായ രീതിയിൽ എങ്ങനെ പ്രതികരിക്കണമെന്ന് അവനിൽ നിന്ന് അപ്പോൾ കിട്ടുന്ന ദൈവത്തിന്റെ സന്ദേശങ്ങൾ അവനിൽ കിട്ടിക്കൊണ്ടിരിക്കും. എങ്ങനെ രക്ഷപ്പെടണമെന്ന് അത് അരുൾക്ക് മാറിയിട്ടാണോ, അതിൽ ചാടിയിട്ടാണോ, വടിയെടുത്ത് പാമ്പിനെ തച്ചിട്ടാണോ, എങ്ങനെയാണോ അപ്പൊ രക്ഷപ്പെടാനുള്ളത്, അവന് അതിനുള്ള മെസ്സേജുകൾ കിട്ടിക്കൊണ്ടിരിക്കും. അത് കിതാബ് ഓതിയിട്ട് വരട്ടെ, ഞാന് ഈ കാറ് നേരക്ക് വരുമ്പോ എങ്ങനെ രക്ഷപ്പെടാ എന്നുള്ളത് കിതാബ് ഓതി. ഇതാ ചെയ്യാറത്തു നഹ്വക, ഖുർആനിൽ യാ അയ്യുഹല്ലദീന ആമനു, ഏ മോമിനീങ്ങളെ, ഇതാ ജാഅക്കും നിങ്ങളടുത്തേക്ക് വന്നാൽ അസയ്യാറത്തു കാറ്, നഹ്വക്കും നിങ്ങളുടെ നേരെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം എന്നൊരായത്ത് ഇതിലില്ല. എന്നതുപോലെ തന്നെയാണ് മനുഷ്യർ അക്രമങ്ങൾ കൊണ്ട് സമീപിക്കുമ്പോൾ കാലാകാലങ്ങളിൽ അതിനോട് ബുദ്ധിപരമായി, യുക്തിഭദ്രമായി മനുഷ്യൻ പ്രതികരിച്ചു പോന്നിട്ടുണ്ട്. ഇന്ന് വരെ ഈ 4 മുസ്ലിങ്ങൾ മാത്രമല്ല, ലോകത്തുള്ള മനുഷ്യരൊക്കെ അതിനോട് പ്രതികരിച്ചത് അവരൊന്നും കിതാബ് വായിച്ചിട്ടല്ല.
പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കുമ്പോൾ ഒരു പുസ്തകം വായിച്ചിട്ടല്ല ഇന്ത്യ രാജ്യം അതിനോട് പ്രതികരിക്കുന്നതും അതിനെ പ്രതിരോധിക്കുന്നതും അതിനെ തടഞ്ഞു നിർത്തുന്നതും. അപ്പൊ ഞാൻ സൂചിപ്പിക്കുന്നത്, ഖിതാൽ എന്ന് പറഞ്ഞാൽ രണ്ട് ഖിതാലേ ഖുർആനിലുള്ളൂ. ഒന്ന് ദൈവികതയെ കൊന്നുകളയുക, രണ്ട് പൈശാചികതയെ കൊന്നുകളയുക. നമ്മൾ ഏത് ചെയ്യണം? പൈശാചികതയെ കൊന്നുകളയണം. നമ്മിലെ ഈ രണ്ട് യുദ്ധമുള്ളൂ. അല്ലദീന യുഖാതിലൂന ഫീ സബീലില്ലാഹി വല്ലദീന യുഖാതിലൂന ഫീ സബീലി താഗൂത്ത്. ഈ രണ്ടെണ്ണേ ഉള്ളൂ. ഒന്ന് സബീലുള്ളതിലുള്ള ഖിതാലും ഒന്ന് താഗൂത്തിന്റെ സബീലിലുള്ള ഖിതാൽ. ഈ രണ്ട് ഖിതാൽ. താഗൂത്തിന്റെ സബീലിലുള്ള ഖിതാൽ എന്ന് പറയുമ്പോൾ നമ്മിലെ ദൈവികതയെ നിഷ്ക്രിയമാക്കുക, പ്രവർത്തനരഹിതമാക്കുക. നമ്മിൽ പൈശാചികതയിലെ അക്രമവാസന പ്രവർത്തനക്ഷമമാക്കുക, ആക്റ്റീവാക്കുക. അതാണ് സബീലു താഗൂത്തിലുള്ള ഖിതാൽ. മനസ്സിലായോ? സബീലുള്ളതിലുള്ള ഖിതാൽ എന്ന് പറഞ്ഞാൽ അവനിലെ പൈശാചികതയെ അതിന്റെ വളീഫത്ത്, അതിന്റെ പ്രവർത്തനത്തെ നിശ്ചലമാക്കുകയും ദൈവികമായ പ്രവർത്തനങ്ങളെ സജീവമാക്കുകയും ചെയ്യുക. അതാണ് പൊക്കത്തൊരു അമ്പുസക്കുന്ന നിങ്ങളിലെ പൈശാചികതയെ കൊല്ലുക, അതിന്റെ പ്രവർത്തനത്തെ നിഷ്ക്രിയമാക്കുക, തടഞ്ഞു വെക്കുക. ഇത്രയേ ഉള്ളൂ. അങ്ങനെ ചെയ്ത ആളുകൾ ദൈവത്തിന്റെ വീക്ഷണത്തിൽ അവർ ജീവിക്കുകയാണ് ചെയ്യുന്നത്. നേരെ മറിച്ച് ശാരീരികമായ മരണമാണെങ്കിൽ എവിടെയാണ് അവർ ജീവിക്കുന്നത്? എവിടെ ജീവിക്കുന്നത്? വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതും ബൽ അഹ്യാഉ. മറിച്ച് അവർ ജീവിച്ചിരിക്കുകയാണ്. അവരാണ് ജീവിക്കുന്നത്. അത് എങ്ങനെ ജീവിക്കണമെന്നുള്ളത് ഇപ്പൊ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് യാഥാർത്ഥ്യങ്ങളിൽ ജീവിക്കുന്നവനെ സത്യത്തിൽ ജീവിക്കുന്നവനുള്ളൂ. ഊഹങ്ങളിൽ ജീവിക്കുന്നവൻ സത്യത്തിൽ മരിച്ചവനാണ്. അവനെ യഥാർത്ഥ ജീവിതം എന്തെന്ന് അറിയുന്നില്ല. അത് അനുഭവിച്ചറിയേണ്ട ഒരു സംഗതിയായതുകൊണ്ടാണ് ഞാൻ അത് എങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് എനിക്കറിയാം. അത് അനുഭവിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഈ സെക്കൻഡിൽ കഴിയുന്ന കാര്യങ്ങൾ മാത്രമേ യാഥാർത്ഥ്യമുള്ളൂ. ഭാവി അവ്യക്തമാണ്, എന്തെന്നറിയില്ല. അത് ഹഖീഖത്തല്ല. അറബിലൈന പറയുന്ന വാക്ക് ഹഖീഖത്ത് എന്നാണ്. യാഥാർത്ഥ്യം എന്നാണ്. ഭാവിയെക്കുറിച്ച് ഒമൂതാണ്, അവ്യക്തതകൾ മാത്രമേ ഉള്ളൂ നമുക്ക്. അല്ലെ? നിങ്ങൾക്കോ എനിക്കോ ആർക്കെങ്കിലും നമ്മുടെ ഭാവിയെക്കുറിച്ച് വ്യക്തമായ ഒരു ഇന്നതേ സംഭവിക്കൂ എന്ന വ്യക്തമായ അറിവുണ്ടോ? ഇല്ല. അതാണ് അത് ഒമൂദ് എന്നാണ് അതിന് അറബി പറയുക. അവ്യക്തതകളാണത്. എന്താ സംഭവിക്കാന്ന് അറിയില്ല. പക്ഷെ മനുഷ്യൻ ജീവിക്കുന്നത് ഭാവിയിലാണ്. കഴിഞ്ഞു പോയത് നമ്മുടെ ഊഹങ്ങൾ മാത്രമാണ്. വഹ്മ്, ഖയാൽ എന്ന വാക്കാണ് അതിന് ഉപയോഗിക്കുന്നത്. വെറും ഭാവനകളും ഊഹങ്ങളും മാത്രമാണ് കഴിഞ്ഞുപോയ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. എന്നാൽ ഇന്ന് ഈ സെക്കൻഡിൽ നമ്മൾ ജീവിക്കുന്നതാണ് യാഥാർത്ഥ്യത്തിലുള്ള ജീവിതം. അങ്ങനെ ഒരു മനുഷ്യൻ ജീവിക്കുന്നതാണ് യഥാർത്ഥ ജീവിതം. അതാണ് സത്യത്തിനു വേണ്ടി ജീവിക്കുന്നവരാണ്, യാഥാർത്ഥ്യങ്ങളിൽ ജീവിക്കുന്നവരാണ്. അസത്യത്തെയും പൈശാചികതയുടെ ഊഹങ്ങളെയും കെട്ടുകഥകളെയും ഒരാൾ നിഷ്ക്രിയമാക്കി ദൈവികമായ യാഥാർത്ഥ്യത്തിൽ ഒരു മനുഷ്യൻ എപ്പോൾ ജീവിക്കുന്നുവോ അപ്പോൾ അവനാണ് ജീവിക്കുന്നവൻ. മറിച്ചവർ, മറ്റുള്ളവർ അമ്പാത്തുകളാണ്, ശവങ്ങളാണ്. അവർ ജീവിക്കല്ല ചെയ്യുന്നത്. അവർക്ക് ജീവിതത്തിൽ സന്തോഷം എന്തെന്ന് അറിയുന്നില്ല. വെറും ബേജാറ് മാത്രമേ ഉള്ളൂ. ഭാവി എന്താവുന്നില്ല, വെറും ബേജാറുകൾ മാത്രം. മറ്റതല്ല, ഈ സെക്കൻഡിന് ജീവിക്കാൻ വളരെ സന്തോഷമായിട്ട് ഒരു പ്രശ്നമില്ല. അടുത്ത സെക്കൻഡ് നമുക്ക് അറിയില്ല, എന്താണെന്നറിയില്ല. ഈ നിമിഷത്തിൽ വളരെ സന്തോഷത്തോടുകൂടി, വളരെ ആനന്ദത്തോടുകൂടി ജീവിക്കുന്ന മനുഷ്യനാണ് യഥാർത്ഥത്തിൽ ജീവിക്കുന്നവൻ എന്ന് പറയുന്നത്. അല്ലാത്തവൻ ജീവിക്കുന്നില്ല എന്നാണ് ഖുർആൻ പറയുന്നത്. അപ്പൊ ഞാൻ വിഷയത്തിൽ നിന്ന് കുറച്ച് വഴുതി മാറിപ്പോയി. ഖുർആനിൽ ഏത് വാക്കെടുത്താലും അതൊക്കെ
ആശയതലം എന്ന് വിട്ടിട്ട് ഇർഫാനിയായിട്ടുള്ള വായന എന്ന് ഒന്ന് മാറ്റി പറയാൻ ഉദ്ദേശിക്കുകയാണ് ഞാൻ. ഇർഫാനി എന്ന് പറഞ്ഞാൽ വൈജ്ഞാനികമായ വായന. ആശയം എന്ന് പറയുമ്പോൾ ആളുകൾക്ക് അത് മാന എന്നുള്ളതാണ് ആശയം എന്നുള്ളതിന് അറബിയിൽ മാന. മാനിയല്ല, ഒന്നുകൂടി അതിന് ഉയർന്ന തലത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്ന വേർഡ് വൈജ്ഞാനികമായ വായനയാണ് നമ്മൾ നടത്തുന്നത്. ഖുർആനിലെ ഓരോ വാക്കുകളും വിജ്ഞാനം, അറിവിനെ പ്രദാനം ചെയ്യുന്ന വായനയാണ്. അതാണ് വൈജ്ഞാനികമായ ഇർഫാനിയായ വായന എന്നാണ് അതിന് പറയുന്നത്. മഅരിഫത്തിലേക്ക് എത്താനുള്ള വായന, ഇൽമും കഴിഞ്ഞ് മഅരിഫത്തിലേക്ക് എത്താനുള്ള വായന. ഇൽമും മഅരിഫത്തൊക്കെ ഉള്ള വ്യത്യാസം ഞാൻ പറഞ്ഞു തന്നില്ലേ നിങ്ങൾക്ക്? കഴിഞ്ഞ ഒരു ക്ലാസ്സിലേറ്റ് പറഞ്ഞത്. ഇൽമ് എന്ന് പറഞ്ഞാൽ ഒരു വസ്തുതയെ കുറിച്ച് നമ്മൾ അറിയുക. ഇപ്പോ പിന്നെ തീന് ചൂടാണെന്ന് നമ്മൾ അറിവുണ്ട്, അത് ഇൽമാണ്. പക്ഷെ ആ തീനെ തൊട്ട് അനുഭവിച്ചറിയുന്നത് മഅരിഫത്താണ്. തൊട്ടപ്പോ ചൂടറിഞ്ഞു, അത് മഅരിഫത്താണ്. അതാണ് അനുഭവിച്ചറിയുന്നതാണ് മഅരിഫത്ത്. മറ്റത് ഇൽമാണ്. അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്റെ ക്ലാസ്സുകൾ തുടർന്ന് കേട്ടാലേ ഞാൻ പിന്നെ പറയുന്നത് മനസ്സിലാവുള്ളൂ. ഞാൻ അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന ധാരണയിലാണ് തുടർന്ന് പിന്നെ അടുത്ത ക്ലാസ്സിൽ പറയുന്നത്. അപ്പൊ ഇൽമ് മഅരിഫത്ത് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് പറഞ്ഞാൽ, ഒരു വിഷയത്തെ കുറിച്ച്, ഒരു വസ്തുവിനെ കുറിച്ച് അറിയൽ ഇൽമും, അതിനെ ആ വസ്തുവിനെ അനുഭവിച്ചറിയൽ മഅരിഫത്തുമാണ്. അനുഭവിച്ചറിയൽ അതിനെ കുറിച്ച് അത് മഅരിഫത്തുമാണ്. അതാണ് അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അതാണ് അറാഫിലെത്തിയ മഅരിഫത്തിലെത്തിയ ആളുകൾ റിജാലുകളാണെന്ന് പറയാനുള്ള കാരണം. വഅലൽ അറാഫി റിജാലുൻ, മഅരിഫത്തിൽ എത്തിയ ആളുകളെ റിജാലുകളാവുള്ളൂ. അല്ലാത്ത ആളുകൾ നിസാഇന്റെ പരിധിയിലേ അവരെ പെടുത്താൻ പറ്റുള്ളൂ. അവര് മഅരിഫത്തിലേക്ക് വരുന്നേ ഉള്ളൂ, എൽമിക്കൂടി കയറി വരുന്നേ ഉള്ളൂ. അവര് മഅരിഫത്തിലേക്ക് അറാഫിലേക്ക് എത്തിയിട്ടില്ല. അവര് മഅറൂഫിലേക്ക് എത്തിയിട്ടില്ല. അത് പിന്നെ വിശദീകരിക്കാം. അത് പറഞ്ഞാൽ നിങ്ങൾ പറയുന്നത് അത് സൂഫിസാണ് ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ അതിനൊരു ലേബിൾ ഇടും. അതാണ് നമുക്കുള്ള താറാവോ മാഷിപ്പോ സൂഫിസത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് പറയും. ഇത് ഞാൻ എന്താന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ വൈജ്ഞാനിക തലത്തിന്റെ ഉയർച്ചയെ കുറിച്ചാണ് പറയുന്നത്. അതിപ്പോ ഇനിയും കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. അത് വഴിക്ക് വഴിയേ പറയാൻ പറ്റുള്ളൂ. ചില ആളുകൾ ഖുർആനൊക്കെ ഏകദേശം കഴിഞ്ഞില്ല, ഇനിയിപ്പോ കാര്യമായിട്ടൊന്നും ഇതിലില്ല. അപ്പൊ ഞാൻ ചോദിച്ചു ബിസ്മിയുടെ അർത്ഥം ഒന്ന് പറയാൻ പറ്റുമെന്ന് ചോദിച്ചു. ഏതായാലും കഴിഞ്ഞില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിന്റെ അർത്ഥം എന്ന് പറഞ്ഞ ഏതായാലും കഴിഞ്ഞ സ്ഥിതിക്ക് എനിക്ക് ഫോൺ ചെയ്തിട്ട് ഒരാൾ പറഞ്ഞു, പക്ഷെ ഖുർആനൊക്കെ ഇപ്പൊ ഏകദേശമൊക്കെ കഴിഞ്ഞില്ല, ഇനിയിപ്പോ എന്താ കാര്യമായിട്ട് പറയാനുള്ളത്. ഞാൻ പറഞ്ഞു ഇഖ്റ ബിസ്മി റബ്ബിക എന്ന് പറഞ്ഞോടത്ത് അലിഫിട്ടിട്ടും ബിസ്മില്ലാഹി എന്ന് പറയുമ്പോൾ അള്ളാഹുവിലേക്ക് ചേർത്ത് പറയുമ്പോൾ അലിഫിടാതെയും പറയാനുള്ള കാരണം എന്താണെന്ന് അറിയാം. അതിപ്പോ തുടക്കാണല്ലോ. അള്ളാഹുവിലേക്ക് ബിസ്മി ചേർത്തപ്പോൾ അലിഫിനെ കളഞ്ഞു, റബ്ബിലേക്ക് ഇസ്മിനെ ചേർത്തപ്പോൾ അലിഫിട്ടു. ഖുർആനിൽ ബിസ്മില്ലാഹി എന്ന് പറഞ്ഞ ഈ ബിസ്മി എന്നുള്ള വാക്കിനെ അള്ളാഹുവിലേക്ക് ചേർത്ത ഇടങ്ങൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെ ഈ അലിഫില്ല. റബ്ബിലേക്ക് ചേർത്ത ഇടങ്ങളിൽ അലിഫുണ്ട് കാണും. അപ്പൊ എന്താണിത് വ്യത്യാസം എന്ന് ചോദിച്ചാൽ, അപ്പൊ വ്യത്യാസം നമുക്കൊന്ന് പഠിക്കണം എന്നോ. ഇപ്പൊ ഇതാണ് നമുക്ക് പറയുന്നത്. ഇത് സംഗതി, ഇത് ഖുർആൻ എന്ന് പറയുന്നത് ഒരു അറിവിന്റെ സാഗരമാണ്. അത് പഠിച്ചുകൊണ്ടേയിരിക്കണം, നിരന്തരമായി ഇതിനെ വായിച്ചുകൊണ്ടേയിരിക്കും. അപ്പോഴേ ഇതിൽ നിന്ന് അറിവുകൾ, പുതിയ പുതിയ അറിവുകൾ കിട്ടുള്ളൂ. ഇത് സമ്പൂർണ്ണമായി ഇനിയത് നമുക്ക് മടക്കി വെച്ച് വേറെ പണി നോക്കാം എന്ന് പറയുന്ന ആളുകളോട് കുറ്റമൊന്നും എനിക്ക് പറയാനില്ല. അവരാ പണി നോക്കിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇതിലൊന്നുമില്ല. എനിക്കൊരു പുസ്തകം അറിയില്ലെങ്കിൽ ആ പുസ്തകത്തിലൊന്നുമില്ല എന്ന് ഞാൻ വിധി എഴുതാൻ പോകാൻ ഞാൻ മതി. അത് ഞാൻ എനിക്കൊരു പുസ്തകം അറിയില്ല എന്നിട്ട് ഞാൻ വിധി എഴുതി ആ പുസ്തകത്തിലൊന്നുമില്ല, അതിന് പോകുന്ന എന്റെ വിവരക്കേടിനെ കുറിച്ചാണ് ഞാൻ ആലോചിക്കണം. എന്ന പോലെ ഇത് ഒരു സാഗരമാണ്. എനിക്ക് പറയാലോ, എനിക്കെന്നെ എന്താ ഇതില് അറിവ് എന്താ എത്രയാണെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. ഇനി വരും തലമുറ ഇതിൽ നിന്ന് ജ്ഞാനങ്ങൾ, അറിവുകൾ എത്രയാണ്
കണ്ടെത്തുക എന്നൊന്നും പറയാൻ പറ്റാത്ത വലിയൊരു സാഗരമാണ് ഖുർആൻ. അത് ഒരാളുടെ ചിന്തക്കനുസരിച്ച്, അയാളുടെ അറിവനുസരിച്ച്, അതാണ് ആത്യന്തികമായ അറിവെന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ വിചിത്രമാണ്, മൗഢ്യമാണ്, ഏറ്റവും വലിയ വിവരക്കേടാണ്. ഞാൻ പറയുന്ന അറിവാണ് ആത്യന്തികമായ ശരിയെന്ന് പറയുന്നവനേക്കാൾ അവന് ഞാൻ പറയില്ല അവനെ ഒന്നും അറിയില്ല. മുമ്പ് ഞാൻ പറഞ്ഞിട്ട് എല്ലാം അറിയും എന്ന് ഒരാൾ പറഞ്ഞാൽ അവൻ ഒന്നും അറിയില്ലെന്നാണ് അതിന്റെ അർത്ഥം. എല്ലാം അറിയുമെന്ന് ഒരാൾ പറഞ്ഞാൽ അവൻ ഒന്നും അറിയില്ലെന്നാണ് അതിന്റെ അർത്ഥം. അത് ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട്, വർഷങ്ങൾക്ക് മുമ്പില്. എല്ലാം അറിയുമെന്ന് ഒരാൾ പറഞ്ഞാൽ അയാൾക്ക് ഒന്നും അറിയില്ലെന്നാണ് അതിന്റെ അർത്ഥം. റബ്ബിനെയാണ് മനുഷ്യൻ ധിക്കരിച്ചിരിക്കുന്നത്, അല്ലേ? അള്ളാനെ ധിക്കരിച്ചിട്ടില്ല. അതാണ് റബ്ബിലേക്ക് ഇസ്മ ചേർത്തപ്പോൾ ഒരു തടസ്സം അവിടെ. അലിഫ് മാനിയന്റെ അലിഫ് എന്നാണ് അതിന് അറബി പറയാം. തടസ്സം നിൽക്കുന്ന അലിഫ്. റബ്ബിലേക്ക് അടുക്കുമ്പോൾ ഒരു തടസ്സം, പിശാച് അവിടെ തടസ്സമായി, ഇബ്ലീസ് അവിടെ തടസ്സമായി നിൽക്കുന്നുണ്ട്. അസാ ആദമു റബ്ബഹു, ആദം തന്റെ റബ്ബിനെ ധിക്കരിച്ചു. ആദം ധിക്കരിച്ചത് റബ്ബിനെയാണ്, അള്ളാഹുവിനെയല്ല. മനസ്സിലായോ നിങ്ങൾക്ക്? അള്ളാഹുവിനെ മനുഷ്യൻ ധിക്കരിച്ചിട്ടില്ല, ധിക്കരിക്കാൻ കഴിയില്ല. അത് പിന്നെ പറയേണ്ട ഒരു കാര്യമാണ്. അത് ഈ ബിസ്മില്ലാഹി എന്നും ഇഖ്റ ബിസ്മി റബ്ബിക എന്നും പറയുമ്പോൾ റബ്ബിലേക്ക് ഇളാഫത്ത് ചെയ്ത് പറഞ്ഞപ്പോൾ ഒരു തടസ്സം നിൽക്കുന്ന പിശാചിന്റെ അലിഫ് അവിടെ വന്നു നിന്നത് അതുകൊണ്ടാണ്. എന്നാൽ ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വ വസ്തുക്കളും അള്ളാഹുവിന് കീഴൊതുങ്ങുന്നുണ്ട്. വലില്ലാഹി യസ്ജുദു മൻ ഫിസ് സമാവാതി വ മൻ ഫിൽ അർളി. ആരും ആ പ്രപഞ്ച നിയമത്തിന്റെ അപ്പുറത്തേക്ക്, ദൈവത്തിന്റെ നിയമത്തിന്റെ അപ്പുറത്തേക്ക് പോകാൻ ഒരു മനുഷ്യനും ഒരു സൃഷ്ടിക്കും ഒരു ഇബ്ലീസിനും കഴിയില്ല. കഴിയോ? കഴിയില്ല. പക്ഷേ ഇനി ഈ റബ്ബും അള്ളയും തമ്മിലുള്ള വ്യത്യാസം പിന്നെ പറഞ്ഞിട്ട് അപ്പൊ നിങ്ങൾക്കത് വളരെ വ്യക്തമായി മനസ്സിലാവും. റബ്ബിനെ മനുഷ്യന് ധിക്കരിച്ചു, പക്ഷേ അള്ളാഹുവിന് മനുഷ്യന് ധിക്കരിക്കാൻ കഴിയില്ല. അവൻ എത്ര വലിയ ഇബ്ലീസായാലും ധിക്കരിക്കാൻ കഴിയില്ല. അത്ര മനസ്സിലാക്കിയാൽ മതി. അതാണ് ഇഖ്റ ബിസ്മി. അവിടെ ഒരു അലിഫ് കടന്നു വന്നത്, അത് തടസ്സമായി നിൽക്കുകയാണ്. ആര്? ഇബ്ലീസ്. അലിഫും മാനിയും യാഴ് ഇസ്തിമ്രാറിയത്തും വാവ് ളുഹൂറുമാണ് ഈ മൂന്നക്ഷരങ്ങൾ. ഇസ്തിമ്രാറിയത്ത് എന്ന് പറഞ്ഞാൽ തുടർന്നുകൊണ്ടേയിരിക്കുക ആ പ്രവൃത്തി. വാവ് എന്ന് പറഞ്ഞാൽ ആ വസ്തുവിനെ രംഗത്ത് വരിക, അതാണ് ളുഹൂർ. വാവിട്ടിട്ടൊരു പറഞ്ഞാൽ, റഊഫ് എന്ന് വാവിട്ട് പറഞ്ഞാൽ ആ കാരുണ്യവും അറിവിന്റെ പൂർണ്ണതയും വെളിവാകാൻ പോവുകയാണ്. റഹീം എന്ന് യാവിട്ട് പറഞ്ഞാൽ അവന്റെ കാരുണ്യത്തിന്റെ പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതാണ് യാവിട്ട് പറയുമ്പോൾ. ഇപ്പൊ ഫജറ എന്ന് പറഞ്ഞാൽ അറിവിന്റെ പൊട്ടിയൊഴുക്ക്, അല്ലെ? നമ്മിൽ നിന്ന് ബുദ്ധിയുടെയും ചിന്തയുടെയും ജ്ഞാനത്തിന്റെയും ഒരൊഴുക്ക് എപ്പോൾ ഒരു മനുഷ്യനിൽ നിന്ന് ഉണ്ടാകുമ്പോൾ അവന് ഫജറിലാണ്. അതാണ് ഖുർആനിൽ ഫജർ. എന്നാൽ അവൻ ഫാജിറാവും എപ്പോൾ? കണ്ട് അവിടെ ഒരു അലിഫ് വന്നു, അവിടെ ഒരു അലിഫ് വന്നു. അവനിൽ നിന്ന് ആ പൊട്ടി ഒഴുക്ക് തടഞ്ഞു നിൽക്കുമ്പോൾ മാനിയ ഇബ്ലീസ് അവിടെ തടസ്സമായി അലിഫിന്റെ രൂപത്തിൽ വരികയാണ്. അപ്പോൾ അവൻ ഫാജിറായി. അതാണ് ഫജറും ഫാജിറും തമ്മിലുള്ള വ്യത്യാസം. മനസ്സിലായോ? മുൻഫിക്കും മുനാഫിക്കും തമ്മിലുള്ള വ്യത്യാസം എന്താ? മുൻഫിക്ക് എന്ന് പറയുമ്പോൾ ദൈവികമായ ആശയങ്ങളും ദൈവികമായ അനുഗ്രഹങ്ങളും വിനിയോഗിക്കുന്നവൻ. പക്ഷെ അതിന്റെ ഇടയിൽ ഒരു അലിഫ് വന്നാലോ, മുനാഫിക്കായാലോ അതിനെ തടഞ്ഞു നിർത്തി. അതാണ് നിങ്ങളത് ഇത് നിരന്തരം ഖുർആനിൽ നിന്ന് ഒരുപാട് ഉദാഹരണങ്ങൾ പറഞ്ഞ് എനിക്ക് പറയാൻ കഴിയുന്നത്. ഇത് ഖുർആനിന്റെ പ്രയോഗമാണത്. അത് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ. മനുഷ്യൻ ഹവയെ ഹുവയാക്കിയാൽ മതി. അവന്റെ ഈ ആയത്തിന് അവസാനത്തിൽ വരുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഓതി വെച്ച ആയത്തിൽ ഹവാഹു, അവിടെ ഒരു അലിഫ് വന്നു. ആ അലിഫിനങ്ങോട്ട് മാറ്റി അവനിൽ ഹുവ വരണം. ഹുവയാരാണ്? ആരാ ഹുവ? അല്ലാഹു. ഹുവല്ലാഹു അഹദ്. നമ്മുടെ ഹവാഹു എന്ന ആ ഹവ എന്നതിലെ അലിഫിനെ
അള്ളാഹുവിലേക്ക് എത്താനുള്ള തടസ്സത്തെ നീക്കി നമ്മൾ അള്ളാഹുവിലേക്ക് ഹുവയിലേക്ക് എത്തുകയാണ് വേണ്ടത്. മനസ്സിലായോ? അതാണ് ഹവയെയാണ് ചിലർ ഇലാഹാക്കുന്നത്, തന്റെ അജ്ഞതയെയും ഊഹത്തെയും എന്ന് പറഞ്ഞാൽ ഇബിലീസിനെ ഒരാൾ ഇലാഹാക്കുമ്പോൾ അവനിൽ ഒരലിഫ് അള്ളാഹുവിലേക്ക്, അള്ളാഹു എന്ന് പറയുന്ന ഹുവയിലേക്ക് എത്താൻ ഒരലിഫ് തടസ്സമായി അവന്റെ മുന്നിൽ നിൽക്കുന്നു. അതാണ് ഹവാഹു. ഹവ, അവന്റെ ഹവ. ഹു എന്നാണ് അവന്റെ എന്നാണ്. അതാണ് ഖുൽ ഹുവല്ലാഹു അഹദ്. അള്ളാഹുവിലേക്ക് എത്തുക, നമ്മൾ അള്ളാഹുവിലേക്ക് എത്തുക, ഹുവയിലേക്ക് എത്തുക, ഹവയെ വിട്ട്. അത് ഞാൻ നിങ്ങൾ അബ്ജദ് വിശദീകരിച്ച് എന്നപ്പോ പറഞ്ഞിട്ടുണ്ട്. അബ്ജദ്, ഹവ്വദ്, ഹുത്തി, കലമൻ. അബ്ജദ് അലിഫ് എന്ന് പറയുന്നത് നമ്മുടെ അറിവിന്റെ തുടക്കമാണ്, തടസ്സമായി ഇബ്ലീസ് നിൽക്കുന്ന വേളയാണ്. ബാ ബിദായത്താണ്, മനസ്സിന്റെ തുടക്കമാണ്, നെസ്സിന്റെ തുടക്കമാണ്, യാത്രയുടെ ബിദായത്ത് ബാ. അതാണ് അബ്. വെറുതെ ഈ അക്ഷരമാല ഉണ്ടാക്കിയതല്ല, ലിസാനുൽ അറബ് വെറുതെ ഉണ്ടാക്കിയതല്ല. അതാണ് ബിസ്മി. മനസ്സിന്റെ തടസ്സത്തിൽ നിന്ന് ബിദായത്ത് തുടങ്ങി സീന് അള്ളാഹുവിന്റെ അറിവിന്റെ കെൻസാവുന്ന സിർറ്, സീന് രഹസ്യത്തിലേക്ക് മനുഷ്യൻ എത്തിയാൽ അവൻ മീമ് മൂസയിൽ എത്തുന്നു. അങ്ങനെ അവൻ അള്ളാഹുവിലേക്ക് എത്തുന്നു. മനസ്സിലാക്കിയ മതി. ഇനി ഓരോ അക്ഷരങ്ങൾ അറിയാത്തവൻ, കലിമത്തുകൾക്ക് അർത്ഥമില്ലെന്ന് പറയുന്നത് ഏറ്റവും വലിയ വിഡ്ഢിയാണവൻ. അക്ഷരങ്ങളിന് അർത്ഥമറിയാത്തവനാണ് ഖുർആനിന് അർത്ഥമില്ലെന്ന് പറയുന്നത്. ബിസ്മിയുടെ അർത്ഥങ്ങൾക്ക് അറിയാം. അതാണ് ഞാൻ പറയുന്നത്. പി എന്ന് പറയുന്നത് അവന്റെ മനസ്സിന്റെ പൈശാചികതയിൽ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ് അവന്. അവിടെ നിന്നാണ് ബിദായത്ത്, തുടക്കം. സീൻ എന്ന് പറഞ്ഞാൽ അവന്റെ സിറാണ്, ദൈവികത. അവന്റെ ഉള്ളിലെ, മനസ്സിന്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ദൈവിക ജ്ഞാനത്തിന്റെ നിധിയുടെ രഹസ്യം തേടിയുള്ള യാത്രയാണ് സീന്. മീമ്, അവൻ മൂസയിൽ, അവന്റെ ബുദ്ധിയിലേക്ക്, അറിവിന്റെ നിധിയുടെ ബുദ്ധിയിലേക്ക് അവൻ ചെന്നെത്തുകയാണ്. ഈ യാത്ര അവൻ തുടരുമ്പോൾ അവൻ അള്ളാഹുവിലേക്ക് അവന്റെ കൽബ് കൊണ്ട് ഉറൂജ് ആവുകയാണ്. അവിടെ തടസ്സങ്ങളില്ല. അതാണ് ബിസ്മില്ലാഹി. ഇനി റഹ്മാനും റഹീമും കൂടി പറയണം. അതാണ് ഒരു ബിസ്മില്ല. അതാണ് ഇതില് എന്നോട് ഷറഫ് എന്ന് പറഞ്ഞിട്ട് നമ്മളെന്റെ ഒരു അനിയനുണ്ട്, എപ്പോഴും ചോദിക്കും, അക്ഷരങ്ങൾ വിശദീകരിക്കാൻ ചോദിക്കും. ഞാൻ എങ്ങനെ ഇത് വിശദീകരിച്ചു കൊടുക്കുമെന്ന് എനിക്ക് അറിയാതെ അന്തം വിട്ടു നിൽക്കാം. ചോദ്യങ്ങൾ അവഗണിച്ചു വിടലാണ് ഞാൻ. കാരണം ഒരു അക്ഷരം വിശദീകരിക്കാൻ മണിക്കൂറുകൾ വേണം. അത്രയും വലിയ ആശയങ്ങളാണ് ഖുർആനിന്റെ ഓരോ അക്ഷരങ്ങളും വിശദീകരിക്കുന്ന ആശയങ്ങൾ. അത് നമുക്ക് പ്രത്യക്ഷത്തിൽ തോന്നും അതൊരക്ഷരമല്ലേ എന്ന്. സീൻ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ രഹസ്യമാണ്. അൽ കൻസ്, നിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന നിധിയുടെ രഹസ്യമാണത്. ആ രഹസ്യത്തിലേക്ക് നീ നിന്റെ ബായിൽ നിന്ന് തുടങ്ങി യാത്ര തുടങ്ങണം. അവിടെ അലിഫ് നിനക്ക് വന്നു നിൽക്കുന്നില്ല. അതാണ് ബിസ്മില്ലാഹി എന്ന് പറയുന്നത്. അതാണ് ബിസ്മില്ല. അത് ഞാൻ പറയാൻ ഉദ്ദേശിച്ചതല്ല, എന്നാലും സാന്ദർഭികമായി പറഞ്ഞു എന്നേ ഉള്ളൂ. അതാണ് ഇത്. ക്ലാസ് നമ്മൾക്കിപ്പോ ഒരു പുതിയ ഇതിൽ തുടങ്ങണം എന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് എങ്ങനെ വിശദീകരിച്ച് തുടങ്ങണം എന്നുള്ള ഒരു അന്തം വിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ തുടങ്ങും, തീർച്ചയായും തുടങ്ങും. നമ്മളൊരു പുതിയ ഗ്രൂപ്പ് സാഹിബുൽ മിഹ്റാബിൽ തീർച്ചയായും ക്ലാസ് തുടങ്ങും. ഉടനെ തന്നെ ഖുർആൻ ഒരു തലക്കെന്ന് തുടങ്ങും. അപ്പോൾ അറിയാം ഖുർആനിന്റെ ആഴം എത്ര എന്നുള്ളത്. ഇത് കേവലം അതാണ് നമ്മൾ ഈ പുസ്തകം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടത്, ആരാനിലാണ് നമ്മൾ വായിക്കണം, നമ്മിൽ വായിക്കണില്ല. അത് ഞാൻ നിങ്ങളോട് പലപ്പോഴും പറഞ്ഞു. കാഫിർ എന്ന് പറഞ്ഞാൽ അത് വേറെ, അത് അപ്പൊ നമ്മളെ അയലോക്കക്കാരനാണ് ഓർമ്മ വരിക. മുശ്രിക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ അയൽവാസിയായ ഏതെങ്കിലും ഒരു പേരാ നമുക്ക് ഓർമ്മ വരിക, അല്ലെങ്കിൽ സുന്നികളെ ഓർമ്മ വരിക. നമ്മൾ മുശ്രിക്കാണ് എന്നുള്ളത് അറിയണില്ല. ഈ ഖുർആൻ പറയുന്ന ഗുണങ്ങളൊക്കെ നമ്മിലാണ്.
ഫിറൗൻ എന്ന് പറയുമ്പോൾ അപ്പൊ നമുക്ക് 4000 വർഷം മുമ്പ് ഈജിപ്തിൽ ഭരണം നടത്തിയ ഒരു സ്വേച്ഛാധിപതിയായ ഭരണാധികാരിയാണ് നമുക്ക് ഓർമ്മ വരുന്നത്. നമ്മിൽ ഫിറൗൻ ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുന്നില്ല. യൂസഫിനെ കുറിച്ച് പറയുമ്പോൾ പിന്നെ ഇംറാത്തുൽ അസീസും കുപ്പായം കീറിയതും ഈജിപ്തിൽ ഭരണം നടത്തിയ അസീസ് രാജാവിനെ കുറിച്ചും അയാളുടെ ഭാര്യ സുലൈഖാനെ കുറിച്ചും ഒക്കെയാണ് നമുക്ക് ഓർമ്മ വരുന്നത്. അങ്ങനെ ഒരു സുലൈഖയില്ല, അങ്ങനെ ഒരു അസീസ് രാജാവും ഇല്ല, അങ്ങനെ ഒരു ഈജിപ്തും ഇല്ല. ഈ യൂസഫ് നമ്മളിൽ തന്നെയാ. നമ്മില് തെറ്റായ മനസ്സുണ്ടല്ലോ, അമ്മാറത്തും എന്ന മനസ്സിൽ നിന്ന് നമ്മള് അതിന്റെ തടവറയിൽ നിന്ന് രക്ഷപ്പെട്ട് യാഥാർത്ഥ്യങ്ങൾ അന്വേഷിക്കുന്ന മനുഷ്യൻ നമ്മളായി തീർന്നാൽ നമ്മൾ യൂസഫാണ്. മനസ്സിന്റെ തടവറയിൽ കുറച്ചു കാലം കഴിയണം. അത് യൂസഫ് കഴിഞ്ഞു. യൂസഫ് മനസ്സിന്റെ തടവറയിൽ, ഇവര് പറയുന്ന ജയിലിൽ കടന്നൂന. ജയിലില് നമ്മുടെ മനസ്സിന്റെ ജയിലിലാണ് കിടക്കുന്നത്. അതെന്തോ ഈ മനസ്സ് നമ്മൾ എവിടേക്കൊക്കെ കൊണ്ടുപോകുമെന്നൊന്ന് അറിയണം. ഏതൊക്കെ മോഹങ്ങളുടെയും വ്യാമോഹങ്ങളിലൂടെയും ഭൗതികതയിലൂടെയും നമ്മുടെ മനസ്സ് കൊണ്ടുപോകുമെന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഈ തിരിച്ചറിയാനുള്ള ജയിലിൽ കിടക്കലാണ്, മനസ്സിന്റെ തടവറയിൽ കിടക്കലാണ് ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിൽ ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്തിട്ട് അവിടെ തന്നെ കടന്നാൽ അവൻ സിജ്ജീനിലാണ്. നേരെ മറിച്ച് ആ സിജ്ജിനിൽ നിന്ന് രക്ഷപ്പെട്ടാൽ അവൻ യൂസഫാണ്. അതിന് രക്ഷപ്പെടണം. നമ്മളെ ഭൗതികത വലിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരിക്കും, അതിമോഹങ്ങൾ നമ്മളെ വലിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരിക്കും, ഭൗതികതയിൽ രമിക്കാൻ വേണ്ടിയിട്ട്, അതിൽ മുഴുകാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇതൊന്നുമല്ലെന്ന് തിരിച്ചറിയുമ്പോൾ മനസ്സിന്റെ വ്യാമോഹങ്ങൾ നമ്മളെ അതിലൂടെ യാത്ര നടത്തും. നിങ്ങളൊക്കെ ഞാനതിന്ന് ഒഴിവൊന്നുമല്ലോ, ഈ പറയുന്ന ഞാന് അതിന്ന് ഒഴിവുകളൊക്കെ ആയാലല്ല, നമ്മളെയൊക്കെ ഇത് സഞ്ചരിക്കും. ആ സഫീനത്തിൽ, അത് ഞാൻ പറഞ്ഞല്ലോ, ആ സഫീനത്തിൽ കേറുന്നത് മിസ്കീന്മാരാണ്. ഇന്നലെ എനിക്ക് ഈ മിസ്കീൻ ഇതിന്റെ ഒരു അർത്ഥം ഇന്നലെ ഗൾഫിൽ നിന്ന് വന്ന ഒരാളെ, ഒരു പാവപ്പെട്ട ഒരു കുക്കിനെ പരിചയപ്പെട്ടവരാണ് ഒവരൊരു അറബി ഒവരെ റൂമിൽ വന്ന് കിടക്കുന്ന സ്ഥിരമായി ഭാര്യയായിട്ടുള്ള ഭയങ്കരമായ പ്രശ്നങ്ങൾ കാണും. അപ്പൊ അവര് എന്റെ ഈ സാധുവായ ഞാൻ, എന്റെ കൂടെ നിങ്ങൾ എന്തിനാണ് ഈ റൂമിൽ വന്ന് കിടക്കുന്നത്? നിങ്ങൾക്ക് കോടീശ്വരനാണ്, വലിയ കൊട്ടാരങ്ങളും മറ്റതൊക്കെ. അപ്പൊ അവര് വന്നതില്ല, നിങ്ങള് അറബിയിലെ പറഞ്ഞത്, നിങ്ങള് കരീം നിങ്ങൾ സാമ്പത്തികമായി മിസ്കീനാണെങ്കിലും മാനസികമായി ഞാൻ മിസ്കീനാണ്. മാനസികമായ മിസ്കീൻ നിങ്ങളെക്കാൾ കൂടുതൽ ഞാനാണ്. അപ്പോഴാണ് ഈ മിസ്കീന്, ഖുർആൻ പറഞ്ഞ മിസ്കീന് ശരിക്കും അർത്ഥം ഇയാൾക്ക് മനസ്സിലായല്ലോ എന്നുള്ളത്. അപ്പോഴാണ് ഈ കപ്പലിൽ യാത്ര ചെയ്യുന്ന ആളുകൾ, അതിൽ പണിയെടുക്കുന്നവർ മിസ്കീനുകളാണ്. ആ മിസ്കീനുകളാകാതെ നമ്മൾ ആ യാത്രയെ അവസാനിപ്പിക്കണം. അതാണ് കപ്പലിന് ഓട്ടം വിളിക്കാന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ. ഇവര് പറയുന്നത് എന്താണ്? ഖിളർ നബിയും മൂസാ നബിയും മറ്റേ യാത്ര പോയി, കടലിൽ കുറെ യാത്ര പോയി, അങ്ങനെ കപ്പലിന് ഫോട്ടോ വിളിച്ചു. കാരണം ആ കപ്പല് വലിയ അക്രമിയായ ഒരു രാജാവാണ്, അതിനെ പിടിച്ചെടുക്കാൻ അതിന്റെ പിന്നിലുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് കഥ പറഞ്ഞു തരുന്നത്, ഖിളറിന്റെയും മൂസയുടെയും യാത്ര. പക്ഷെ ഈ യാത്ര ചെയ്യുന്ന മൂസയും ഖിളറും കപ്പലും ഒക്കെ നമ്മൾ തന്നെയാണ്. നിങ്ങൾ 4000 കൊല്ലം മുമ്പോ 2000 കൊല്ലം മുമ്പോ വായിക്കുകയാണെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ചരിത്ര ഗ്രന്ഥമായി വായിച്ചോളൂ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ആ ആയത്തിനൊന്നും പ്രസക്തി ഇല്ലാന്നേ ഉള്ളൂ. ആയത്തിനെന്താ പ്രസക്തികളെന്ന് പറഞ്ഞാൽ ആ കപ്പൽ യാത്ര ഒരു ചരിത്ര ഗ്രന്ഥമായി, ചരിത്ര സംഭവമായി നമ്മൾ വായിച്ചാൽ ഇന്ന് അതിന്റെ പ്രസക്തി എന്താണ്? ഇന്നെന്തായാലും ഒരു ചരിത്ര വായന എന്നല്ലാതെ ഇന്നെന്താ അതിന്റെ പ്രസക്തി? നമ്മുടെ ജീവിതത്തിൽ ഇനി ഒരു കപ്പലിന് കയറിയാൽ, ഇൻ കേസ് നമ്മളൊരു കപ്പലിൽ കയറിയാൽ ആ കപ്പലിൽ ചെന്നെത്തുന്നത് ഏതെങ്കിലും അക്രമിയായ ഭരണാധികാരിയാണ്, നമുക്ക് അതിന് ഓട്ടോ ഓട്ടാൻ പറ്റും? ഓട്ടോ ഓട്ടാൻ നമ്മളടക്കം അതിന് മുങ്ങി കടലിൽ പോകില്ല. എന്താ ഈ പറയുന്നത്? കപ്പലിന് ഓട്ടോ ഓളക്കാൻ പറ്റും?
മനസ്സ്, അതാണ് സഫന തിരിച്ചിട്ട് നഫ്സ്, സഫന നഫ്സ്. ആ നഫ്സിന്റെ കപ്പലിലാണ് ഇവൻ യാത്രയാവുന്നത്. ഇത് ഇനിയും മനസ്സിലാക്കാത്തവരുണ്ടോ എന്ന് എനിക്കറിയില്ല. നിരവധി തവണ ഞാനിത് വിശദീകരിച്ചിട്ടുണ്ട്. ഈ കപ്പലിൽ മനുഷ്യൻ യാത്ര ചെയ്യുമ്പോൾ അതിനെ പൊളിച്ച് കളയണം. കാരണം ഇവന്റെ ഹവൻ നഫ്സ്, മനസ്സിന്റെ ഹവയിലൂടെ അവൻ യാത്ര ചെയ്താൽ ആ മനസ്സിനെ മനസ്സാവുന്ന കപ്പലിനെ പിടിച്ചടക്കാൻ അഹങ്കാരിയും കിബറും ഇസ്സത്തുമുള്ള ഒരു ജബ്ബാറായ മലിക്കുണ്ട് അതിന്റെ പിന്നിൽ. ആരാണത്? ഫിറഔനാണത്. മൂപ്പര് ഇതിനെ ഏറ്റെടുത്താൽ പിന്നെ നമുക്ക് ആ നഫ്സ് കിട്ടാൻ കുറച്ച് പണിയാണ്. അഹങ്കാരവും തനിക്കെല്ലാം അറിയാമെന്ന ഈ അഹങ്കാരവും, അതാണ് കിബർ. എനിക്കെല്ലാം അറിയാമെന്ന അഹങ്കാരത്തിന്റെയും ഇസ്സത്ത് ഇനി വിശദീകരിക്കൂല. ഇത് ഇസ്സത്ത് എന്ന് പറഞ്ഞാൽ എന്റെ അറിവ് തന്നെ അഭിമാനമായി കൊണ്ടു നടക്കുന്ന ആള്. അറിവൊന്നും ഉണ്ടാവില്ല, കുറച്ചേ ഉള്ളൂ. പക്ഷെ അതെന്നെ വലിയ ഇസ്സത്തായി കൊണ്ടു നടക്കുന്ന, എനിക്കിനി വേറെ ആരുടെ അറിവും ഒന്നും വേണ്ട എന്ന ഈ ഇസ്സത്ത് ഒരാൾക്കുണ്ടായാൽ അവനിൽ ഇത് ഏറ്റെടുക്കും. ഈ മനസ്സ്, ഈ മലിക്ക് ഏറ്റെടുക്കും. അതിന്റെ അധികാരം അവന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ചു പോരുക പ്രയാസം. എന്നാ നേരെ മറിച്ച് നിങ്ങൾ നോക്കൂ, നൂഹിന്റെ കപ്പല് ഫുൽക്കാണ് അല്ലേ? നൂഹ് കയറിയത് ഫുൽക്കുൽ മഷ്ഹൂനിലാണ്. അതാണ് സഫീനത്തും ഫുൽക്കും തമ്മില്. ഇവർക്ക് രണ്ടും കപ്പൽ തന്നെയാണ്. പാരമ്പര്യ വ്യാഖ്യാതാക്കൾക്ക് രണ്ടും കപ്പലാണ്. സഫീനത്തും കപ്പല്, ഫുൽക്കും കപ്പല്. എന്താ വാക്കില് വ്യത്യാസമൊന്നുമില്ല. അത് രണ്ടും കപ്പൽ തന്നെ. കാര്യമായിട്ട് വ്യത്യാസമൊന്നുമില്ല, രണ്ടും കപ്പൽ തന്നെ. എന്നാ നമുക്ക് നമുക്ക് ഒരു അക്ഷരം വർദ്ധിച്ചാൽ വ്യത്യാസമുണ്ട്. ഖുർആനിൽ പര്യായ പദം പോലുമില്ല. ഖുർആനിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോളും, ഒരു പര്യായ പദം പോലും ഖുർആനിലില്ല. ഒരക്ഷരം വ്യത്യാസം വന്നാൽ അർത്ഥവ്യത്യാസമുണ്ട്. ഒരക്ഷരം, ഒരു പദത്തിൽ ഒരക്ഷരം വ്യത്യാസം വന്നാൽ അതിന്റെ വൈജ്ഞാനികമായ അർത്ഥം, വൈജ്ഞാനികമായ തലം വ്യത്യാസം വരും. അത് മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾ ഒരക്ഷരം മാറിയാൽ മതി. ഇത് 3 അക്ഷരം മാറിക്കുന്നു. സഫീനത്ത് എന്നുള്ളതും മാറി, ഫുൽക്ക് എന്നുള്ളതും വ്യത്യസ്തമായ അക്ഷരങ്ങളാണ്. ആ എന്നുള്ള അക്ഷരത്തിന്റെ യോജിപ്പുണ്ട് അതിലുണ്ട് എന്നല്ലാതെ. ഫുൽക്ക് എന്ന് പറഞ്ഞാൽ അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഖലഫാണ്, തക്ലീഫ്. അള്ളാഹുവിന്റെ നിയമസംഹിതയിൽ ഒരാൾ ഏറ്റെടുക്കുമ്പോഴാണ് അവന് ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ, അതാണ് തക്ലീഫിലെത്തുക. ഫുൽക്കിലൂടെ സഞ്ചരിച്ചാൽ അവൻ എവിടെയെത്തും? അള്ളാഹുവിന്റെ തക്ലീഫിൽ, കലഫില് എത്തും. അതങ്ങനെ തിരിച്ചിട്ട് വായിച്ചു നോക്കണേ. അത് നെഹ്റിന്റെ അർത്ഥം അറിയണമെങ്കിൽ തിരിച്ചു വായിച്ചാൽ കിട്ടുമെന്ന് പറഞ്ഞു. നെഹ്റുൻ പുഴയല്ലേ എന്ന് ചോദിച്ചു. പുഴയല്ല, നെഹ്റുൻ പുഴ, നെഹാറുൻ പകല് അല്ലേ? അല്ലാന്ന് പറഞ്ഞാണ്. വേണമെങ്കിൽ പദാർത്ഥ തലത്തിൽ നെഹാറുൻ എന്ന് പറഞ്ഞാൽ പകൽ എന്ന് പറയാം, നെഹ്റുൻ എന്ന് പറഞ്ഞാൽ പുഴ എന്ന് പറയാം. പദാർത്ഥ തലത്തിൽ ലുഗത്തുൻ അറബിയിൽ പറയാം, പക്ഷെ ലിസാനുൻ അറബിയിൽ അങ്ങനെയല്ല അർത്ഥം. നെഹ്റ തിരിച്ചു വായിച്ചാൽ റഹന എന്നാണ്. റഹന എന്ന് പറഞ്ഞാൽ പണയം വെക്കുക എന്നാണ് അതിന്റെ അർത്ഥം. ഇപ്പൊ കബുലത്തുൻ മർഹൂനത്തുൻ, ഇപ്പൊ കബുലത്തുൻ മർഹൂനത്തുൻ, പണയം, പണയപ്പണ്ടത്തിനാണ് മർഹൂനത്ത് എന്ന് പറയാം. പണയം വെച്ച ആഭരണങ്ങൾക്കൊക്കെ റിഹാന്, പണയം. റഹന എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തയെ പണയം വെക്കുക, ചങ്ങലക്കിടുക. ആ തളച്ചിടപ്പെട്ട ചിന്തക്ക് റഹന എന്നും, മനസ്സിന് റഹന എന്നും, സ്വതന്ത്രമായി വിഹരിക്കുന്ന ചിന്തകൾക്കും അറിവുകൾക്കും മനസ്സിനും എന്താ പറയാ? നെഹ്റ എന്നുമാണ് പറയാം. അതാണ് റഹനി നെഹ്റും തിരിച്ചു വഴി. നമ്മുടെ ചിന്തകളും മനസ്സുകളും ഭൗതികതയിൽ മാത്രം തളച്ചിടപ്പെടുകയാണെങ്കിൽ നമ്മുടെ നഫ്സ് റഹീനയാണ്. നഫ്സ് റഹീന. അങ്ങനെ ഒരു നഫ്സിനെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട് അല്ലെ? പറയുന്നില്ല? നഫ്സ് റഹീനത്ത്. അവിടെ നഫ്സ് നമ്മുടെ റഹീനത്താണ്.
അത് നേരെ മറിച്ച് ആ റഹനായ നഫ്സിനെ നമുക്ക് നെഹറാക്കി മാറ്റണം. എന്തു വരണം? അതിൽ നിന്ന്, അതിന്റെ ചങ്ങലക്കെട്ടുകളിൽ നിന്ന് അതിനെ മോചിപ്പിച്ചു കൊണ്ടുവരണം. അങ്ങനെ കിട്ടുന്ന മനസ്സിന്റെ സ്വതന്ത്രമായ ചിന്തയെയും അറിവിനെയുമാണ് നെഹർ എന്ന് പറയുന്നത്. അല്ലാതെ നമ്മുടെ കുന്തിപ്പുഴയോ നെല്ലിപ്പുഴയോ കാഞ്ഞിരപ്പുഴയോ മലമ്പുഴയോ അല്ല. അതാണ് അവനിൽ നിന്ന് നെഹറുകൾ ഒഴുകും എന്ന് പറയുന്നത്. അറിവിന്റെ ചങ്ങലക്കെട്ടുകളിൽ നിന്ന് ഭേദിച്ചുകൊണ്ട് അറിവിന്റെ ഒഴുക്ക്, ചിന്തയുടെ ഒഴുക്ക്, മനസ്സിന്റെ ഒഴുക്ക് അവനിൽ നിന്നുണ്ടാവും. അതാണ് ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. അതാണ് നെഹർ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ. നെഹർ, റഹന എന്ന് പറഞ്ഞാൽ കുല്ലു നഫ്സിൻ ബിമാ കസബത്ത് റഹീന, അല്ലെ? കുല്ലു നഫ്സ്, എല്ലാ നഫ്സുകളും ബിമാ കസബത്ത്, ആ നഫ്സ് എന്ത് കസ്ബ് ചെയ്തോ സമ്പാദിക്കുന്നത് മുഴുവൻ നഫ്സാണ്. നമ്മുടെ ജസദ് എവിടെ സമ്പാദിക്കണ ആയത്ത് ഉണ്ടോ? നഫ്സല്ലേ സമ്പാദിക്കുന്നത്. അതാണ് ഞാൻ പറയുന്നത്, നഫ്സിനോടാണ് കുറെ. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. അതാണ് നഫ്സിന്റെ യാത്രയാണത്. ഇവരും ചോദിക്കും, അപ്പോ കർമ്മമില്ലേന്ന് ചോദിച്ചു. കർമ്മമുണ്ട്. ഒരാളുടെ മനസ്സിൽ എന്താണോ അതാണ് അവന്റെ സ്വഭാവം. അവന്റെ സ്വഭാവം എന്താണോ അതാണ് അവന്റെ കർമ്മം, അല്ലെ? എന്റെ മനസ്സിന്റെ ഉള്ളിലുള്ള ചിന്തകളും വികാരങ്ങളും എന്തൊക്കെയുണ്ടോ അതാണ് എന്റെ സ്വഭാവമായി വരിക. എന്റെ സ്വഭാവമായി എന്തൊക്കെ രംഗത്ത് വരുന്നുവോ അതാണ് എന്റെ കർമ്മമായി വരിക. അപ്പോൾ എവിടെയാണ് ചികിത്സ വേണ്ടത്? മനസ്സിലാണ് ചികിത്സ വേണ്ടത്. അതാണ് ഖുർആൻ എവിടെയാണ് ചികിത്സിക്കുന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിയുക. എന്തിന് ആധുനിക സയൻസ് പറയുന്നത് രോഗങ്ങൾ പലതും മനസ്സാണെന്നാ പറയുന്നത്? 90%. സയൻസിനൊന്നും ഇപ്പൊ ഞാൻ പോകുന്നില്ല. എനിക്കറിയുന്നത് ഖുർആനാ, സയൻസൊന്നും എനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യം അറിയാം, മനസ്സ് ബേജാറുള്ള മനസ്സ്, ഭയമുള്ള മനസ്സ് പേടിച്ചുകൊണ്ടൊരു പച്ചവെള്ളം കുടിച്ചാലും അവൻ അന്ന് ഗ്യാസ് വിട്ടുകൊണ്ടേയിരിക്കും. ഒരു പച്ചവെള്ളം കുടിച്ചാൽ മതി, അന്ന് അവന് ഉറക്കം വരില്ല. പേടിച്ചിട്ടാണെങ്കിൽ ഈ വെള്ളത്തിൽ എന്തെങ്കിലും ഉണ്ടോ? ധൈര്യമായി നിങ്ങൾ കുടിച്ചോളൂ, ഒരു പ്രശ്നമില്ല. അതാണ്, ഒരു കുഴപ്പമില്ല. അതാണ് മനസ്സിന്റെ ബേജാറാണ് മനസ്സിലെ അവന്റെ ഗ്യാസ് വിടലിന്റെ 99% അവൻ ഗ്യാസ് വിട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ അനുഭവിച്ചത് കൊണ്ടാണ് ഞാൻ പറയണത്. ഞാൻ പലതും അനുഭവിച്ച് മനസ്സിലാക്കിയതുകൊണ്ട്. മനസ്സിൽ എപ്പോഴൊക്കെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ ശരീരം അതിനെതിരിൽ പ്രതികരിച്ചിട്ടുണ്ട്, ഉറക്കം നഷ്ടപ്പെട്ടിട്ടുണ്ട്. എപ്പോഴൊക്കെ മനസ്സ്, ശാന്തമായ മനസ്സ് കടന്നു വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ ശരീരം സുഖമായ നിദ്രയാണ്, ഒരു പ്രശ്നവുമില്ല. അനുഭവിച്ച ആ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. എനിക്ക് സയൻസ് വായിച്ച വിവരമൊന്നുമില്ല. പക്ഷെ എന്റെ അനുഭവങ്ങളാണ്. എന്റെ മനസ്സ് എപ്പോഴൊക്കെ എന്നെ മനസ്സിന്റെ തടവറയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടോ അന്നൊക്കെ ശാരീരികമായ പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ഞാൻ. അതിൽ നിന്ന് മുക്തമായി ഈ നിമിഷത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ, ഇപ്പൊ ജീവിക്കുന്നതാണ് ജീവിതമെന്ന് തിരിച്ചറിഞ്ഞ വേളകൾ എപ്പോഴൊക്കെ ഉണ്ടായിട്ടുണ്ടോ അപ്പോഴൊക്കെ ശരീരം എനിക്കൊരു പ്രശ്നമല്ലാതായി തീർന്നിട്ടുണ്ട്. ഇതെന്റെ അനുഭവിച്ച അറിവാണ് ഞാൻ പറയുന്നത്. അതാണ്, മനസ്സാണ് മനുഷ്യന്റെ പ്രശ്നം. അപ്പൊ കുല്ലു നഫ്സ് എന്ന് പറയാം, അപ്പൊ പറയുന്നൊരു ശരീരാണെന്ന് പറയും. നഫ്സ്, കൽബ്, അഖില്, കൽബ്, ജസദ്, ഇതൊന്നും ഇവർക്ക് വ്യത്യാസമല്ല. അതൊക്കെ തടി തന്നെയാണ്. കുല്ലു നഫ്സ് എന്ന് പറഞ്ഞാൽ എല്ലാ തടി, ഒരു തടിയെയും അവര് പറയാം. എങ്ങനെ നഫ്സിന് തടിയെന്ന് കിട്ടാം? ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. എല്ലാ നഫ്സും മരണത്തെ രുചിച്ചറിയും. അപ്പൊ ഒരു പറയും തടി മരിക്കും. മരണമല്ലാതെ മാറ്റം ഏത് മനസ്സിനും ഉണ്ടെന്നാണ്. അതാണ് മൗത്ത്. ഉള്ളതിനെ വിട്ട്, ഉള്ളതിനെ ഉപേക്ഷിച്ച് മറ്റൊന്നിലേക്ക് പോവുക, അതാണ് മൗത്ത്. നിർജീവാവസ്ഥ, ഒരു അവസ്ഥയുടെ മാറ്റം, അതാണ് മൗത്ത്. ശരീരം, ഇവര് ചോദിച്ചു, അപ്പോ ഈ തടി എന്താണ്, തടി എന്താവുമെന്ന് ചോദിച്ചു. തടി എന്താവുമെന്ന് കബറ് മാന്തി നോക്കിയാൽ അറിയാമെന്ന് പറഞ്ഞു.
ഈ തടി എന്താവുന്ന ചോദിച്ചിട്ടുണ്ട്. തടി നിങ്ങൾ കബറ് മാന്തിയൊക്കെ എന്താവുന്ന അറിയാപ്പാ. പിന്നെയോ, പിന്നെ നമ്മുടെ മനസ്സ് മരിക്കുന്നില്ല, നമ്മുടെ റൂഹ് മരിക്കുന്നില്ല, കൽബ് മരിക്കുന്നില്ല. മനുഷ്യൻ എന്ന് പറയുന്നത് അവന്റെ മനസ്സാണ്, അവന്റെ കൽബാണ്, അവന്റെ റൂഹാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. തടിയല്ല മനുഷ്യൻ എന്ന് പറയുന്നത്. ഒരാളുടെ സ്വഭാവം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അവൻ മനുഷ്യനാണോ മൃഗമാണോ എന്ന് തീരുമാനിക്കുക, തടി നോക്കിയിട്ടല്ല. ആണോ? സുമുഖനും സുന്ദരനുമായ ഒരു മനുഷ്യനെ നോക്കിയിട്ട് ഇവൻ മനുഷ്യനാണെന്ന് ആരും വിധി എഴുതാറില്ല. അവനിൽ നിന്ന് നായിന്റെ സ്വഭാവം വന്നാൽ അവൻ മനുഷ്യനാണെന്ന് ആര് പറയും? അപ്പോ മനുഷ്യന്റെ സംസ്കാരവും അവന്റെ പെരുമാറ്റവും അവന്റെ മനസ്സും അവന്റെ കൽബുമാണ് ഒരാളെ മനുഷ്യനാണോ മൃഗമാണോ എന്ന് വേർതിരിക്കുന്നത്. നിങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങളുടെ കൂടെ അല്ലാഹു ഉണ്ട്. നമ്മൾ മരിക്കുന്നില്ല. ആരാ വന്ന് മരിക്കുന്നുണ്ടെന്ന്? മനുഷ്യൻ മരിക്കുന്നില്ല. മനുഷ്യൻ മരിക്കുന്നില്ല. അവിടേക്ക് എത്തിയാൽ പിന്നെ അവന് ബേജാറുമില്ല. ഏതും നല്ല ഗ്യാസ് കൂടെ ഞാൻ മരിക്കുക. മനുഷ്യൻ മരിക്കുന്നില്ല. ലാ യദൂഖൂന ഫീഹാ ഇല്ലൽ മൗതത്തല്ലൂല. ഒരു മരണം മാത്രമേ മനുഷ്യനുള്ളൂ, അത് നിന്നിലെ അവൻ മരിക്കുക. ലാ യദൂഖൂന, അവന് രുചിക്കുകയില്ല. ഇല്ലൽ മൗതത്തൽ ഊല, ഒരൊറ്റ മരണം മാത്രം. ഇവര് പറഞ്ഞു ശാരീരികമായ മരണമുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ റബ്ബന അമത്തിന സിനത്തൈനി, പടച്ചവനെ നീ ഞങ്ങളെ 2 പ്രാവശ്യം മരിപ്പിച്ചു. അതെപ്പോഴാ? തടി 2 പ്രാവശ്യം മരിക്കുന്നത് എപ്പോഴാ? ഉത്തരല്ല. റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, അമത്തിന, നീ ഞങ്ങളെ മരിപ്പിച്ചു. ഇസിനത്തൈനി, 2 പ്രാവശ്യം. ഞാനിങ്ങളും 2 പ്രാവശ്യം മരിച്ചിരിക്കണോ? തടി എനിക്കോർമ്മല്ല. റബ്ബന അമത്തിന സ്നത്തൈനി വഅഹ്യൈതന സ്നത്തൈനി ഫഹൽ ലനാ മിൻ ഖുറൂജിൻ ഇലാ സബീൽ. ഫിർഔൻ ചോദിച്ചതാണത്. രക്ഷാമാർഗം അന്വേഷിച്ചവൻ ഫിർഔനാണ്. ഖുർആൻ വായിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. എനിക്കൊരു രക്ഷാമാർഗം എവിടെയെന്ന് അന്വേഷിച്ച് പോയവൻ ആരാണ്? ഫിർഔനാണ്. ഫിർഔൻ 2 പ്രാവശ്യം മരിക്കുകയാണ് അവൻ. എന്നിട്ടും രക്ഷാമാർഗം അവൻ കാണുന്നില്ല. കാരണം അവന് യഥാർത്ഥ മരണം സംഭവിച്ചിട്ടില്ല. അത് സംഭവിക്കാതെ ഖുറൂജുൻ ഇലാ സബീൽ, അള്ളാഹുവിന്റെ സബീലിലേക്ക് വഴി കണ്ടെത്താൻ അവന് കഴിയില്ല. മരണം കിതാല് ശാരീരികമായ വധമാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, കുത്തില സുമ്മ കുത്തില കൈഫ ഖദ്ദറ, കുത്തില അവൻ കൊല്ലപ്പെട്ടു, സുമ്മ കുത്തില പിന്നെയും അവൻ കൊല്ലപ്പെട്ടു. അപ്പൊ തടി 2 പ്രാവശ്യം എന്തായി? സുമ്മ കുത്തില ഫകൈഫ ഖദ്ദറ, സുമ്മ കുത്തില ഫകൈഫ ഖദ്ദറ. 2 പ്രാവശ്യം ഒരു മനുഷ്യൻ കൊല്ലപ്പെടും. ഒരേ തൊട്ട ആഴ്ചകളാണത്. ഫഖദ്ദറ സുമ്മ കുത്തില, സുമ്മ കുത്തില ഫകൈഫ ഖദ്ദറ. അപ്പൊ ഒരു മനുഷ്യൻ ശാരീരികമായ വധമാണ് കുത്തില കൊണ്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ സുമ്മ കുത്തില പിന്നെയും കൊല്ലപ്പെട്ടു. അപ്പൊ 2 കൊല്ലപ്പെടലുണ്ടോ ഒരാൾക്ക്? അപ്പൊ അവരവിടെ എന്തെഴുതുന്നു? നാശം എഴുതും. അപ്പൊ കുത്തിലക്ക് നാശം അല്ലെങ്കിൽ ശാപം എന്നാക്കും അർത്ഥം. അർത്ഥം അവനാണ് യോജിക്കണില്ല എന്ന് കാണുമ്പോ അപ്പൊ അർത്ഥം അവിടെ മാറ്റും. ഞാൻ പറഞ്ഞു കുത്തിലക്ക് നിങ്ങൾ 1000 ജിൽദ് എഴുതിക്കോളൂ. ലിസാനുൽ അറബിൽ ഒരൊറ്റ അർത്ഥമേ ഉള്ളൂ. 1000 ജിൽദ് നിങ്ങൾ കുത്തിലക്ക് ലിസാനുൽ അറബിൽ അർത്ഥം എഴുതിയാലും ഒരൊറ്റ അർത്ഥമേ ഉള്ളൂ. 100 അർത്ഥമില്ല അതിന്. കുത്തിലൽ ഹറാസൂൻ, ഊഹക്കച്ചവടക്കാരൊക്കെ കൊല്ലപ്പെട്ടിരിക്കുന്നു, അവരൊക്കെ വധിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ അവർക്ക് നാശം വരട്ടെ എന്നാക്കും അവിടെ. ഖുർആൻ പറയണ കുത്തിലൽ ഹറാസൂൻ കുത്തിലൽ ഇൻസാനു മാ അക്ബറ, മനുഷ്യൻ കൊല്ലപ്പെട്ടിരിക്കുന്നു, അവൻ വലിയ നിഷേധിയാണ്. ഏത് മനുഷ്യനാ കൊല്ലപ്പെട്ടിരിക്കണവിടെ? മനുഷ്യ സമൂഹം ആകെ കൊല്ലപ്പെട്ട് കിടക്കുകയാണോ? എന്താ നിങ്ങൾ പറയണത്? അവനിൽ നിന്ന് ദൈവികത
പ്രവർത്തനരഹിതമായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മാക്ഫറ, ആ സത്യത്തെ മൂടിവെക്കുന്ന ആ അവസ്ഥ എത്ര മോശമാണ്, എത്ര ആശ്ചര്യകരമാണ് അവന്റെ അവസ്ഥ. അതാണ് പറയുന്നത്. അപ്പൊ കുത്തിലക്ക് രണ്ടർത്ഥം, ഒരർത്ഥമേ ഉള്ളൂ, രണ്ടർത്ഥമല്ല. അത് ഒന്ന് നെഗറ്റീവിൻ്റെതോ ഒന്ന് പോസിറ്റീവിൻ്റെതോ. ദൈവികത അവനിൽ നിഷ്ക്രിയമാവുകയാണെങ്കിൽ അവൻ പൈശാചികതയിലാണ് പോകുന്നത്, പൈശാചികതയാണ് അവനിൽ സജീവമാവുന്നത്. അവനിൽ പിന്നെ ഫിർഔനിന്റെ താഹൂത്ത് അതാണ്. ഇദ്ഹബ് ഇലാ ഫിർഔന ഇന്നഹു തഗ, അവനാണ് താഹൂത്ത്. ഒരാളിൽ ഫിർഔൻ സജീവമായി പ്രവർത്തിക്കുകയും ദൈവികത അവനിൽ നിഷ്ക്രിയമാവുകയും ചെയ്യുകയാണെങ്കിൽ അവൻ അല്ലദീന യുഖാതിലൂന ഫീ സബീലി താഹൂത്ത്. ഒരാളിൽ ഫിർഔൻ മരിക്കുകയും, ഫിർഔനാണോ ഏറ്റവും വലിയ ശക്തൻ, ഇബ്ലീസാണോ ശക്തൻ? അത് അടുത്തൊരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞുതരാം. ആരാണ് ഏറ്റവും വലിയ അഖ്വ, ഏറ്റവും വലിയ ശക്തൻ ആരാണ്? സമയം പോയോ? ഈ ആയത്ത് വിശദീകരിക്കാം. നീ ഞാൻ തിരിച്ചു പറയാം. വത്തലു അലൈഹിം നബഅ അല്ലദീന ആതൈനാഹു ആയാതിന. വത്തലു എന്ന് പറഞ്ഞാൽ നീ തുടരുക എന്നാണ്. നീ മുത്തത്താലി പിന്തുടർന്നു പോവുക, ഓതിക്കൊടുക്കുക എന്നല്ല. നീ അവർക്ക് ഓതിക്കൊടുക്കുന്നല്ല. സലാം എന്ന പിന്തുടരുക. മുത്തത്താലിയായിട്ട് മുഖരീബായിട്ട് അള്ളാഹുവിലേക്ക് എത്തണം. മുത്തത്താലിയായിട്ട് ഇങ്ങനെ പോയിട്ട് പിന്നെ തഖരീബ് അള്ളാഹുവിലേക്ക് അടുക്കാനേ പറ്റുള്ളൂ. അത് പിന്നെ ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഈസ മുഖറബേ ആയിട്ടുള്ളൂ, തഖരീബിനെ സാധിക്കുള്ളൂ നമുക്ക്. അത് പിന്നെ വിശദീകരിക്കാം. മുഖറബാണ്, ഈസ മുഖറബാണ് അല്ലേ? റഫ തുടങ്ങുന്നത് എവിടുന്നാണ്? അത് ഈ ആയത്തിന്റെ തന്നെ വിഷയമായതുകൊണ്ട് ഞാൻ അവിടുന്ന് പറയാം. പൊക്കല് തുടങ്ങുന്നത് എവിടുന്നാണ്? ഇദ്രീസിൽ നിന്നാണ് പൊക്കുന്നത് അല്ലെ? റഫഅനാഹു മക്കാന് അലിയ, ഇദ്രീസിനെ ഒരു ഉയർന്ന സ്ഥാനത്തേക്ക് പൊക്കി വരും. ആ പൊക്കലെന്നെ എവിടെ? അറിവ് കൊണ്ടല്ലേ പൊക്കല്, അല്ലാതെ ഇദ്രീസിനെ 7-ാം നിലയിലേക്ക് പൊക്കി വെച്ചുന. ഇവരെങ്ങനെ പദാർത്ഥപരമായിട്ട് ഖുർആനെ വായിക്കുക? വൈജ്ഞാനികമായിട്ടല്ലേ? മക്കാനൻ അലിയ എന്ന് പറഞ്ഞാൽ ഏതാണ് ആ മക്കാന്? പ്ലേസ്, വൈജ്ഞാനികമായ സ്ഥലമാണത്. മക്കാന് നിങ്ങൾ ഖുർആനിൽ എവിടൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ അറിവിന്റെ സ്ഥലമാണ്. മക്കാനൻ അലിയ എന്ന് പറഞ്ഞാൽ മക്കാനൻ ഷർക്കിയ, മക്കാനൻ അലിയ, ഇങ്ങനെ ഒരുപാട് മക്കാന് ഖുർആനിൽ പറഞ്ഞിട്ടില്ലേ? ഷർറു മക്കാനൻ അല്ലെ? ഏതാ ഷർറു മക്കാന്? ഭൂമിയിൽ ചീത്ത സ്ഥലം. അത് അറിവിന്റെ, ഇവന്റെ മനസ്സിന്റെ സ്ഥലമാണ് അതൊക്കെ. മറിയം അന്വേഷിച്ചു പോയ മക്കാനും ഷർക്കിയും അതന്നെ, അല്ലാതെ ഒഴിഞ്ഞൊരു കുടി പോയി കുത്തിരുന്നൊന്നല്ല. അറിവിന്റെ ഉദയം തേടി പോയതാണ് ആര്? മറിയം. അപ്പോ റഫ എങ്ങനെയാണ് ഉയർത്തുന്നത്? യർഫഉല്ലദീന ഊത്തുൽ ഇൽമ ദറജ അല്ലെ? ഇൽമു കൊണ്ടാണ് ഉയർത്തുന്നത്. യർഫഉല്ലാഹു, അല്ലാഹു ഉയർത്തുന്നു. അല്ലദീന ഊത്തുൽ ഇൽമ, ഇൽമു കിട്ടിയ ആളുകളെയാണ് അല്ലാഹു ഉയർത്തുക. ദറജാത്തിൻ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പുകളായിട്ട്, പദവികളായിട്ട്, പടിപടിയായിട്ട്. അവസാനം അവൻ എത്തുന്നത് ഈസയിൽ നിന്ന് പിന്നെ അഹമ്മദ്, മുഹമ്മദ്. ഇതാണ് ഒരു മനുഷ്യന്റെ വൈജ്ഞാനികമായ സ്റ്റെപ്പുകൾ. അത് ഇദ്രീസിൽ നിന്ന് തുടങ്ങി റഫ പൂർത്തിയാവുന്നത് എവിടെയാണ്? ഈസയിൽ. മനസ്സിലായോ? പൊക്കല് പൂർത്തിയാകുന്നത് എവിടുന്നാണ്? ഈസയിലാണ്. എന്നാ ഇറക്കം ആദമിൽ നിന്ന്. ആദം ഇറങ്ങി. അത് ഇപ്പൊ ഒരാൾ എന്നോട് ചോദിച്ചു, അതൊരു നല്ല ചോദ്യമായിരുന്നു. എപ്പോഴാണ് നമ്മൾ ആദമാവുക എന്നുള്ളത്? ജനിക്കുമ്പോ തന്നെ ആദമാവോ? അതല്ല 15 വയസ്സിലാണോ ആദമാകുക? 20 വയസ്സിലാണോ ആദമാകുക? ഞാൻ പറഞ്ഞ 50 വയസ്സിലും ഒരാൾ ആദമാകാം, ഇബ്ലീസും ആകാം, ഫിർഔനും ആകാം.
30 വയസ്സിലും ഒരാൾക്ക് ഈസയിലെത്താം. ജനിക്കുമ്പം ഒരു മനുഷ്യൻ ജനിക്കുന്നത് ശുദ്ധ പ്രകൃതിയിലാണ്. അതാണല്ലോ ഭൂമിയിലെ ഏറ്റവും ശുദ്ധരായ മനുഷ്യരുടെ കുട്ടികളാണ്. കളങ്കം എന്തെന്ന് അവർക്ക് അറിയില്ല, കാപട്യം എന്തെന്ന് അറിയില്ല, പക എന്തെന്ന് അവർക്ക് അറിയില്ല, വിദ്വേഷം എന്തെന്ന് അറിയില്ല, അസൂയ എന്തെന്ന് അറിയില്ല, ശത്രുത എന്തെന്ന് അവർക്ക് അറിയില്ല. അത് സ്വർഗത്തിലാണ് അവരാണ് സ്വർഗത്തിൽ. ഇനി ആ സ്വർഗത്തിൽ നിന്ന് നമ്മൾ എത്രാമത്തെ വയസ്സിൽ നിന്നാണ് ഇറങ്ങിപ്പോരാന്ന് അത് ഓരോരുത്തരുടെയും സാഹചര്യങ്ങളും സന്ദർഭങ്ങളും അവസരങ്ങളും അനുസരിച്ച് അവൻ എത്രാമത്തെ വയസ്സിലാണ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോരുന്നതെന്ന് അവനവൻ തീരുമാനിച്ചാൽ മതി. അവന്റെ വാപ്പയും ഉമ്മയും തുടങ്ങി അവന് സ്വർഗത്തിൽ നിന്ന് ഇറക്കാനുള്ള പണി തുടങ്ങി. ഏത്തം മുജാഹിദാണ്, ഓനെ തൊട്ടുകൂടാ. അയൽവാസി ഹിന്ദുവാണ്, അവനെ തൊട്ടുകൂടാ. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങൽ തുടങ്ങി അവൻ. പാകിസ്ഥാനി മുസ്ലിമാണ്, അവനെ തൊട്ടുകൂടാ. ഹിന്ദുവിനോട് ഇവിടെ തുടങ്ങി. അപ്പൊ അവന് ഹിന്ദുവിന്റെ വാപ്പയും അച്ഛനും അമ്മയും അവനെ സ്വർഗത്തിൽ നിന്ന് ഇറക്കൽ തുടങ്ങി. ഇസ്രയേലി ഇസ്ലാമിന്റെ ശത്രുവാണ്, അവനെ സ്വർഗത്തിൽ നിന്ന് ഒരു പടി ഇറക്കാൻ തുടങ്ങി. എളാപ്പ മൂത്താപ്പ സുന്നിയാണ്, നമ്മൾ മുജാഹിദീങ്ങളാണ്, ഓരോട് വല്ലാതെ തൊടാൻ പാടില്ല, ഓരോട് വല്ലാതെ മിണ്ടാൻ പാടില്ല. സ്വർഗത്തിൽ നിന്ന് ഒരു പടി ഇറങ്ങാൻ തുടങ്ങി. അപ്പൊ എപ്പോഴാണ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങിയത് എന്ന് ചോദിച്ചാൽ നമ്മൾ തീരുമാനിക്കുക എപ്പോഴാ ഇറങ്ങാൻ തുടങ്ങിയത്. അത് കുറ്റിയാടിയില്ല, എന്റെ ഒരു സഹോദരൻ ചോദിച്ചതാണ്, എപ്പോഴാ മാഷെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങിയത്, എപ്പോഴാണ് നമ്മൾ ആദം ആയിട്ട് സ്വർഗത്തിൽ നിന്ന് പോകുന്നത്? വ്യക്തമായി മറുപടി എനിക്ക് പറയാൻ കഴിയില്ല. ഓരോരുത്തരും തീരുമാനിക്കുക എപ്പോഴാണ് നമ്മുടെ കുട്ടിക്കാലത്തെ ആ സ്വർഗത്തിൽ നിന്ന് നമ്മൾ പുറത്തു പോരാൻ തുടങ്ങിയത്, എപ്പോഴാണ് നമ്മൾ തീരുമാനിക്കുന്നത്. കുട്ടിയാവുമ്പോ ശിശുവായി നമ്മൾ ജനിച്ചു വീഴുമ്പോ അതാണ് അത്തുഫാലും മിങ്കുന്ന് പറഞ്ഞല്ലോ. വല്ലതീനലം എബുലുൽ ഹുൽമ, നിങ്ങളിലെ അത്തുഫാലുകൾ, കുട്ടികൾ അതാണ് അവര് സ്വർഗത്തിലാണ്. ഒരു മനുഷ്യനോടും പകയില്ല. അവരിൽ മനുഷ്യൻ എന്ന ഒരു കാഴ്ചപ്പാടേ ഉള്ളൂ. ആരോടും ശത്രുതയില്ല. ഒരാചാരങ്ങളും ഒരനുഷ്ഠാനങ്ങളും അവനെ വലിഞ്ഞു മുറുക്കിയിട്ടില്ല. അതൊന്നും അവനറിയില്ല. ഇങ്ങനെ ഒരു ആചാരമുണ്ടെന്നോ തലകുത്തി മറിയലുണ്ടെന്നോ ആ കുട്ടിക്ക് അറിയില്ല. പട്ടിണി കിടക്കണമെന്ന് ആ കുട്ടിക്ക് അറിയില്ല. മക്കത്തേക്ക് പോയാല് അള്ള എന്റെ കൂടെ ഉണ്ടാവുള്ളൂ എന്ന് ആ കുട്ടിക്ക് അറിയില്ല. ആ കുട്ടി സ്വർഗത്തിലാണ്. ഒരൊറ്റ വൃത്തമേ ആ കുട്ടിയിലുള്ളൂ, നന്മയുടെ ഒരൊറ്റ വൃത്തം, അള്ളാഹുവിന്റെ ഒരു വൃത്തം. അത് ഞാനൊരു എവിടെയോ എഴുതിയിട്ടുണ്ട്. പിന്നീട് ആദാത്തുകൾ, ഹയാലുകൾ, ഔഹാമുകൾ, അവന്റെ മാതാപിതാക്കൾ, അവന്റെ സമൂഹങ്ങൾ അവനിൽ ആ വൃത്തത്തെ രണ്ടാക്കി ഭാഗിക്കുകയാണ്, രണ്ട് ഭാഗമാക്കുകയാണ്. ഒന്ന് പൈശാചികതയും ഒന്ന് ദൈവീകതയും. ഈ രണ്ട് ഭാഗമാക്കി ആ വൃത്തത്തെ അവൻ മാറ്റിയതാണ് ദായിറത്തു സൗ എന്നാണ് ഖുർആൻ അതിന് ഉപയോഗിച്ച വാക്ക്. സൂഹിന്റെ വൃത്തമായി ഒന്ന് മാറുകയാണ്. ദാറുൽ സലാമായിരുന്നു അവനിൽ, ഒരൊറ്റ വൃത്തമേ അവനിൽ ഉണ്ടായിരുന്നുള്ളൂ. ഒരൊറ്റ ദാറുൽ സലാം മാത്രമേ അവനിൽ ഉണ്ടായിരുന്നുള്ളൂ, ഒരൊറ്റ വൃത്തം. ആ വൃത്തത്തെ രണ്ട് അർദ്ധവൃത്തങ്ങളായി ഭാഗിച്ചു. ഒന്ന് നന്മയുടെയും ഒന്ന് തിന്മയുടെയും, ഒന്ന് ദൈവികതയുടെയും ഒന്ന് പൈശാചികതയുടെയും. അങ്ങനെ അവനിൽ പിശാച് പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ അവനിലെ ഇബ്ലീസ്, അവനിലെ ദൈവികതക്ക് റബ്ബിന് വിപരീതം പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ അവൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങി. അവനിൽ ഇഖ്തിലാഫ് തുടങ്ങി. അതുവരെ അവനിൽ ഇഖ്തിലാഫില്ല, ഭിന്നതയില്ല. ഭിന്നതക്ക് അവനിൽ രണ്ടില്ലേ, അവനിൽ രണ്ടില്ല. അതുകൊണ്ട് തന്നെ അവനില് ഇഖ്തിലാഫ്, ഖലീഫ ഇല്ല. ഖലീഫ വരുമ്പോഴാണ് ഇഖ്തിലാഫ് അവനിൽ ഉണ്ടാകുക. അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അത് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല അല്ലേ? ഇന്നീ ജാഹിലും ഫിൽ അർളി ഖലീഫ. റബ്ബ്
അതാണല്ലോ അത്യജിഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫികു ദിമാ എന്ന് ചോദിച്ചത്. കണ്ടോ നിങ്ങള്? ഖലീഫയാവുമ്പോഴാണ് അത് വരുന്നത്. അവനിൽ ഇഖ്തിലാഫ് വരികയാണ്. ഇഖ്തിലാഫ് വന്നു, അതുവരെ അവനിൽ ഇഖ്തിലാഫ് ഇല്ല. ഇഖ്തിലാഫ് വരികയാണ്. അവനിലെ റബ്ബ് ഇഖ്തിലാഫ് ഉണ്ടാക്കുകയാണ്. റബ്ബല്ല ഉണ്ടാക്കുന്നത്, അതിലെ ഇബ്ലീസ്. അതാണ് രണ്ട് വൃത്തമായി അതിനെ മാറുകയാണ്. ഈ പ്രപഞ്ചത്തിന്റെ, അത് ഞാനൊരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, പ്രപഞ്ചത്തിലെ ഒരു ഭാഗമല്ല നമ്മള്, നമ്മിലെ ഒരു ഭാഗമാണ് പ്രപഞ്ചം. അതിന് പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായതാണ്. ആ തത്വം നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾക്ക് നമ്മിലെ ഒരു ഭാഗമാണ് പ്രപഞ്ചം. പക്ഷെ ഞാനൊക്കെ മനസ്സിലാക്കുന്ന ഈ പ്രപഞ്ചത്തിന്റെ ഒരു അംശമാണ് ഞാനെന്നാണ്. അല്ല, നമ്മിലെ ഒരു അംശമാണ്, ഒരു ജുസാണ് പ്രപഞ്ചം. എന്റെ ഉള്ളിൽ തിന്മയാണെങ്കിൽ ലോകം മുഴുവൻ തിന്മയിലാണ്. മനസ്സിലായോ നിങ്ങൾക്ക്? എന്നിൽ നന്മയാണ് കുടികൊള്ളുന്നതെങ്കിൽ ലോകത്തെ മുഴുവൻ നന്മയാണ് എന്നിലുള്ളത്. അത് നിങ്ങൾക്ക് ഒഴിഞ്ഞിരുന്നിട്ട് നിങ്ങളൊന്ന് ആലോചിച്ചാൽ അത് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഈ നമ്മിലെ ഈ തിന്മയുടെ ഈ വൃത്തം നമ്മിൽ സ്വാധീനം ചെലുത്തുകയും നന്മയുടെ വൃത്തം നിഷ്ക്രിയമാവുകയും ചെയ്യുകയാണെങ്കിൽ ലോകം മുഴുവൻ തിന്മയിലായിരിക്കും പിന്നീട് നമുക്ക് കാണാൻ കഴിയുള്ളൂ. അതാണ് നമ്മുടെ നേരെ പതിപ്പാണ് ലോകം. നമ്മുടെ ഉള്ളിന്റെ നേരെ പതിപ്പാണ് ലോകം. ലോകം അങ്ങനെയേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. അല്ലാതെ ലോകം നമ്മുടെ ഉള്ളിലേക്ക് വരികയല്ല. നമ്മുടെ ഉള്ളിൽ നിന്ന് ലോകത്തെ നമ്മൾ ദർശിക്കുകയാണ്, കാണുകയാണ് ചെയ്യുന്നത്. അത് വേറൊരു വിഷയമാണ്. അത് ഖുർആനിന്റെ ഒരു ഫിലോസഫിയുടെ ഒരു തലമാണത്. പിന്നെ നിങ്ങൾക്ക് ഒന്നുകൂടി അത് വിശദീകരിച്ച് തരണം. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്ന് എനിക്കറിയാം, പക്ഷെ ഒന്നുകൂടി വിശദീകരിച്ച് തരാം. അപ്പൊ ഇഖ്തിലാഫ് നമ്മിൽ തുടങ്ങുന്നത്, ഈ ഇഖ്തിലാഫിന് തീരുമാനം അറിയിക്കാനാണ് അള്ളാഹു ദൂതന്മാരെ നമ്മിൽ നിന്ന് നിയോഗിക്കുന്നത്. നമ്മിൽ ഇഖ്തിലാഫ് ഉണ്ടാകുമ്പോൾ അതിന് തീരുമാനം പറയാൻ നമ്മിൽ നിന്ന് ദൂതന്മാർ കിതാബുമായി എഴുന്നേൽക്കാൻ തുടങ്ങും. അത് ഒരാൾ ചോദിച്ചു, കാക്ക എപ്പോഴാണ് വരികയെന്ന് ചോദിച്ചു. കാക്ക വരണമെങ്കിൽ ഇബ്നൈ ആദമിന്റെ 2 മക്കൾ രംഗത്ത് വരണം, എന്നാൽ കാക്ക വരും. എന്നിൽ കാക്ക വന്നിട്ടില്ലല്ലോ, കാക്ക മാന്താനേ അല്ലേ? അത് നിങ്ങൾക്ക് ഖുർആൻ കുറച്ചെങ്കിലും അറിയുമ്പോഴേ ഞാനത് പറയുന്നത് മനസ്സിലാവുള്ളൂ. അല്ലാത്തവർക്ക് പെട്ടെന്ന് മനസ്സിലാവുള്ളൂ, പിന്നീട് മനസ്സിലാവുന്നത്. ഇപ്പൊ 6 മാസം 1 കൊല്ലം മുമ്പ് ഞാൻ പറഞ്ഞത് ഇപ്പൊ മനസ്സിലായ ആളുകളുണ്ട്. നമ്മിൽ ഉറാബ് എന്ന് പറഞ്ഞാൽ സത്യാന്വേഷണം എപ്പോഴാണ് വരിക, അല്ലാതെ കാക്കയല്ല. സത്യത്തിന്റെ അന്വേഷണമാണ്. യബ്ഹസു ഫിൽ അർളി, അറിവിന്റെ ഭൂമികയിൽ ഏതാണ് സത്യമെന്ന് അന്വേഷിച്ച് ഇറങ്ങുന്ന മനുഷ്യൻ ഒരുത്തനിൽ എപ്പോൾ ഉദയം കൊള്ളുന്നുവോ, അത് രണ്ടും ഉദയം കൊള്ളണമെങ്കിൽ അവനിൽ നന്മ തിന്മകളുടെ 2 മക്കൾ ഉദയം കൊള്ളണം. അവന് സംഘർഷത്തിലാകണം, അല്ലെ? അതാണ് ഇബ്നൈ ആദം. നന്മയുടെയും തിന്മയുടെയും ആളുകൾ നമ്മുടെ മനസ്സിൽ സംഘർഷത്തിൽ ഏർപ്പെട്ട് അവർ തമ്മിൽ തല്ലുകൂടാൻ തുടങ്ങിയാൽ അവിടെ ആ അറിവിന്റെ ഭൂമികയിൽ സത്യമന്വേഷിച്ചുകൊണ്ട് ഒരാൾ കടന്നു വന്നിട്ടില്ലെങ്കിൽ അത് പ്രശ്നമാണ്. പക്ഷെ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഈ 2 നന്മയും തിന്മയും തമ്മിൽ ഏറ്റുമുട്ടൽ നടക്കണം. അതാണ് വത്ലു അലൈഹിം നബഅ ഇബ്നൈ ആദമ ഇദ് ഖറബ ഖുർബാനൻ എന്ന് പറഞ്ഞത്. അവര് നടത്തിയ ദൈവത്തിലേക്ക് അടുക്കാനുള്ള 2 വീക്ഷണകോണുകളാണ്. ഒന്ന്, തിന്മ ചെയ്തുകൊണ്ട് ദൈവത്തോട് അടുക്കാമെന്ന് നമ്മിലെ ഒരു ഭാഗം, ഒരു വൃത്തം.
നന്മ ചെയ്തുകൊണ്ട് ദൈവത്തോട് അടുക്കാമെന്ന് പറയുന്ന മറ്റൊരു വീക്ഷണം. ഈ രണ്ട് വീക്ഷണം കൂടി തമ്മിലുള്ള സംഘർഷവും ഏറ്റുമുട്ടലുമാണ് നമ്മുടെ മനസ്സിൽ നടക്കുന്നത്. അത് നടന്നു കഴിഞ്ഞാൽ ആ അറിവിന്റെ ഭൂമികയിൽ കാക്ക വരും. അത് ഞാനൊരിക്കൽ പറഞ്ഞില്ല, നിങ്ങളോട് തന്നെ പറഞ്ഞില്ല. ഈ പ്രപഞ്ചത്തിലുള്ളത് മുഴുവൻ നീയാണ് മനുഷ്യ. ഈ പ്രപഞ്ചത്തിലുള്ളത് മുഴുവൻ നീയാണ്. കാക്ക നീയാണ്, അല്ലേ? നായ നീയാണ്. നായ നിനക്ക് വരുന്നുണ്ട്, അതൊന്നും പറയാൻ സമയം കിട്ടൂല. എന്താണ് നായ്? നായി തടസ്സം നിന്നിട്ടുണ്ട്. ആർക്കൊക്കെ തടസ്സം നിന്നു? മൂസക്ക് തടസ്സം നിന്നു, ഇബ്രാഹിമിന് തടസ്സം നിന്നു, യൂസഫിന് തടസ്സം നിന്നു, അല്ലേ? യൂസഫിന്റെ നായ ആരാണെന്ന് ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചു തന്നു. അത് ഇമ്രഅത്തുൽ അസീസാണ്. ഇസ്സത്തെന്ന, ഞാനെന്ന ആ ഭാവം. വൈദാ ഖീല ലഹു തഖില്ലാഹു അഖദതുഹുൽ ഇസ്സത്തു ബിൽ ഇസ്മി, അല്ലേ? അഖദതുഹുൽ ഇസ്സത്തു ബിൽ ഇസ്മി. അള്ളാഹുവിന്റെ കൽപ്പനകളുടെ അറിവുകളെ മുഴുവൻ നീ സ്വായത്തമാക്കൂ എന്ന് അവനോട് പറയപ്പെട്ടാൽ അഖദതുഹുൽ ഇസ്സത്തു ബിൽ ഇസ്മി, കുറ്റകരമായ ഇസ്സത്ത് അവനെ പിടികൂടും. അവനാണ് അസീസ്. അപ്പൊ ഈജിപ്തിൽ ഭരിച്ചവനല്ലേ അസീസ്? അല്ലേ? അല്ല. നിന്നിൽ അസീസ് വന്നാൽ, ഇസ്സത്ത് വന്നാൽ നീ അസീസായി. അപ്പൊ അള്ളാഹു അസീസ് അല്ലേ? അത് തന്നെയാണ്. അള്ളാഹുവിന്റെ ഗുണം നീ ഏറ്റെടുക്കാം. പക്ഷേ ഇവിടെ അഖദത്തുൽ ഇസ്സത്തു ബിൽ ഇസ്മാണ്. കുറ്റകരമായ ഇസ്സത്താണ് ഇവനെ പിടികൂടുന്നത്. ഈ ഇസ്സത്താണ് അറിവിന്റെ യാഥാർത്ഥ്യങ്ങൾ അന്വേഷിച്ചുകൊണ്ട് ഗുഹയിൽ നിന്ന് പുറത്തു വരാൻ ആർക്ക് തടസ്സമായി നിൽക്കുന്നത്? യൂസഫിന് തടസ്സമായി നിൽക്കുന്നത്. തന്നിലെ പൈതൃകമായ വിശ്വാസങ്ങളുടെ വിഗ്രഹങ്ങളാണ് ഇബ്രാഹിമിന് തടസ്സമായി നിൽക്കുന്നത്. അത് ഇബ്രാഹിമിന്റെ തടസ്സമായി നിൽക്കുന്ന നായ, അല്ലെ? പൈതൃകമായ വിഗ്രഹങ്ങൾ, പൈതൃകമായി കിട്ടിയ ഒരുപാട് അറിവുകൾ ഉണ്ടായിരുന്നു ഇബ്രാഹിമിൽ. ആ അറിവുകൾ ദൈവികമായ അറിവിന്റെ മുന്നിൽ തടസ്സമായി നിൽക്കുന്ന വിഗ്രഹങ്ങളാണ്. അപ്പൊ അമ്പലത്തിലെ വിഗ്രഹങ്ങളല്ലേ ആണെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ രാവിലെ ഒരു കോടാലിയെടുത്ത് നീ പുറപ്പെടുക അതിനെ തച്ചുടക്കാൻ. എന്നിട്ടെന്തു കാര്യം? അതിനേക്കാൾ നല്ല വിഗ്രഹങ്ങൾ അതിന്റെ ആ അമ്പലത്തിന്റെ ഭരണാധികാരി അവിടെ സ്ഥാപിക്കും. എന്തു പ്രയോജനം? മറിച്ച് നിന്റെ മനസ്സിലെ വിഗ്രഹങ്ങൾ തകർക്കുക. എങ്കിലെന്താണ്? ഒരു വിഗ്രഹവും നീ ഭൂമിയിൽ പിന്നീട് സ്ഥാപിക്കുകയില്ല. എത്ര സുന്ദരമായ ആശയം! അപ്പോൾ എവിടെയാണ് വിഗ്രഹങ്ങൾ തകർക്കേണ്ടത്? മനസ്സിലാണ് വിഗ്രഹങ്ങൾ തകർക്കേണ്ടത്. മനസ്സിലെ വിഗ്രഹങ്ങൾ ഒരു മനുഷ്യന്റെ തകർത്ത് കളഞ്ഞാൽ പിന്നീട് അവൻ വിഗ്രഹങ്ങൾ ഉണ്ടാക്കുമോ? ഒരിക്കലും ഉണ്ടാക്കുകയില്ല. അതാണ് മനസ്സിലെ വിഗ്രഹങ്ങളാണ് തകർക്കേണ്ടത്. ആ വിഗ്രഹങ്ങളാണ് ആസറായി ഇബ്രാഹിമിന്റെ മുമ്പിൽ തടസ്സമായി നിൽക്കുന്നത്. കിബറിന്റെയും ഇസ്സത്തിന്റെയും തന്നിലെ ഫിർഔനാണ് മൂസയുടെ മുമ്പിൽ തടസ്സമായി നിൽക്കുന്ന നായ. ആ ഗുഹയിൽ നിന്ന് പുറത്തു വരണം. എന്നാലേ അള്ളാഹു കഹ്ഫില് ഹാ പോയി കഫായി മാറുകയുള്ളൂ. ഹാ നിന്നാൽ എന്താണ് പ്രശ്നം? അവൻ യതീഹൂന ഫില്ലർദി, അവൻ തായിഹായിട്ട് അന്തം വിട്ട് നടക്കും. അതുകൊണ്ട് കഹ്ഫിലെ ഹായിനെ എടുത്തു കളഞ്ഞിട്ട് അള്ളാഹു കഫ, അള്ളാഹു മതി എന്ന സ്ഥലത്തേക്ക് അവൻ എത്തണമെങ്കിൽ ആ കഹ്ഫിലെ ഹായിനെ എടുത്തു കളയാം. അത് കുറച്ച് ഭാഷാ വിശദീകരണമാണ്, പേടിക്കൊന്നും വേണ്ട. കഹ്ഫ് എന്ന് പറയുന്നതിൽ ഹായുണ്ട്. ആ കഹ്ഫിൽ നിന്ന് ഒരാൾ പുറത്തു വരുമ്പോൾ അയാളുടെ ആ കഹ്ഫിലെ ഹാ എന്ന അക്ഷരം പോയിരിക്കും. ഇനി എന്തെന്ന് അന്തം വിടൽ പോയിരിക്കും. മനസ്സിലായോ? അതാണ് ഹാ പോയാൽ എന്താ പ്രശ്നം? ഹാ എന്ന അവനെ അന്തം വിട്ട് നടക്കുകയാണ്. ഏതാണ് ശരിയെന്ന അന്തം വിടൽ നിന്നിട്ട് കഫാബില്ല, അള്ള മതി. കഹ്ഫിലെ ഹാ വിട്ടോക്കാൻ കഫ എന്നാണ്.
അള്ള മതി എന്ന ആ തലത്തിലേക്ക് അവലം യക്ഫിഹിം അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു, തന്റെ ദാസൻ അള്ള പോലെ എന്ന അല്ലാഹു മതി എന്ന ആ യാഥാർത്ഥ്യത്തിലേക്ക്, ആ സത്യത്തിലേക്ക് അവൻ എത്തിച്ചേരും. അതാണ് ഗൾഫിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ. പക്ഷെ നമ്മുടെ ഗൾഫ് കുളമായി. യതീഹൂന ഫിൽ അർളി അർബഈന സനത്തൻ, ഇപ്പോഴും അവർ 40 സനത്ത് അന്തം വിട്ട് നടക്കാണ്. യതീഹൂന ഫിൽ അർളി, അറിവിന്റെ ഭൂമികയിലൂടെ അവരലയുകയാണ്. ഇനി നമ്മൾ അവരെ ഒരു മിഹ്റാജിലേക്ക് എങ്ങനെ യാത്രയാക്കും? ഇനി അവരെ മിഹ്റാജിലേക്ക് കൊണ്ടുവരണം. മിഹ്റാജ് ഉണ്ടോ? മിഹ്റാജ് ഉണ്ട്. ഇസ്രാ ഉണ്ടോ? ഇസ്രാവുണ്ട്. അപ്പൊ മിഹ്റാജ് ഇല്ല എന്നല്ലേ നമ്മൾ പഠിച്ചിരുന്നത്? എന്നാ അതിനെ തിരുത്തുക, മിഹ്റാജ് ഉണ്ട്. അപ്പൊ മൗലവി എത്രയോ കാലം മിഹ്റാജ് ഇല്ല എന്ന് പറഞ്ഞില്ലേ? ആ മൗലവി പറഞ്ഞതും ശരി തന്നെയാണ്. ശാരീരികമായിട്ടല്ല, വൈജ്ഞാനികമായിട്ട്. ഇസ്രാവ് എന്താണ്? ഇസ്രാവും വൈജ്ഞാനികമായിട്ട്. മനുഷ്യന്റെ ബുദ്ധി എത്താത്തിടത്തേക്ക് കൽബ് കയറിപ്പോകുന്നതാണ് മിഹ്റാജ്. മനുഷ്യ ബുദ്ധിക്ക് എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലത്തേക്ക് ഈ ബുദ്ധിയും കൽബും കൂടി കയറിപ്പോകുന്നതാണ് മിഹ്റാജ്. വൽഖമറ ഖദ്ദർനാഹു മനാസില ഹത്താ ആദകൽ ഉർദൂനിൽ ഖദീം, അവന്റെ അത്യുന്നതിയിലേക്ക്, അവനെ മുന്നോട്ട് നയിക്കുന്ന വിജ്ഞാനത്തിലേക്ക് അവന്റെ കൽബും റൂഹുമായിട്ട്, ബുദ്ധിയും അക്കലും റൂഹുമായിട്ട് അവൻ കയറിപ്പോവുകയാണ്. അപ്പൊ മിഹ്റാജുണ്ട്. ഇസ്രാ ഉണ്ടോ? ഇസ്രാ ഉണ്ട്. അവന്റെ അറിവിന്റെ ഭൂമികയിൽ നിന്ന് അറിവിന്റെ ആത്യന്തികതയിലേക്ക് അവനെ കൊണ്ടുപോകലാണ് ഇസ്രാ. അതാണ് സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ. ആത്യന്തികമായ അറിവിലേക്ക്, ബുദ്ധിക്ക് ചെന്നെത്താൻ പറ്റാവുന്ന മാക്സിമത്തിലേക്ക് അവിടെ നിന്നും എത്തി, അവിടെ നിന്നും കടന്നുപോയി അവന്റെ കൽബ് ചെന്നെത്തുന്നിടത്തേക്ക്, അവന്റെ റൂഹ് ചെന്നെത്തുന്നിടത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്തുണ്ട്? അപ്പോൾ അവന്റെ ഇൽമു സാഅത്തിന്റെ ഇൽമു വരും. അപ്പോ കമറ് ബദറായി മാറും. കമറ് ബദറായി മാറും. ചില ആളുകളുടെ കമറ് നേരിയ രേഖ മാത്രമേ ഉണ്ടാവുള്ളൂ. അവന് അത്രയേ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. ചില ആളുകളുടെ കമറുകൾ കുറച്ചും കൂടി കട്ടിയുണ്ടാവും. ചില ആളുകളുടെ കമറുകൾ കുറച്ചും കൂടി കട്ടിയുണ്ടാവും. ചില ആളുകളുടെ കമറുകൾ കട്ടുകൂടി ബദറായി മാറും. ബദറായി മാറിയാൽ, പൂർണ്ണചന്ദ്രനായി മാറിയാൽ അവൻ ഇൽമു സാഅത്തിൽ, ഈസയുടെ അറിവിലേക്ക് അവൻ എത്തിപ്പെട്ടു. വഇന്നഹു ഇൽമുൻ ലിസ്സാഅ, അവന് ചെന്നെത്താൻ പറ്റുന്ന പരിശ്രമത്തിന്റെ അറിവുകളുടെ പൂർണ്ണതയിൽ അവൻ എത്തിച്ചേർന്നു. അതാണ് ഈസ ഇൽമു സാഅത്താണെന്ന് പറഞ്ഞത്. അന്ത്യനാളല്ല, അറിവിന്റെ ആത്യന്തികതയാണ്. അതാണ് ഈസ. ആ ഈസ വന്നാൽ ഇഖ്തറബത്തി സാഅത്തു വൻശക്കൽ ഖമറു, ഖമറ് പിളരും. ഖമറ് പിളരുക എന്ന് പറഞ്ഞാൽ, ഇൻശക്ക എന്ന് പറഞ്ഞാൽ സഹിക്കാവുന്നതിൽ കൂടുതൽ സഹിക്കുക, വഹിക്കുക എന്നാണ് ശക്ക എന്ന വാക്കിന്റെ അർത്ഥം. പിളരുക എന്നല്ല. ശക്കൽ അൻഫുസ എന്ന് പറഞ്ഞാൽ എന്താ? MA അറബിക്ക. ശക്കൽ അൻഫുസ, ഒരു നഫ്സിന് താങ്ങാവുന്നതിൽ കൂടുതൽ അവൻ ആ നഫ്സിനെ വഹിപ്പിക്കുക. അതാണ് ശക്ക എന്ന് പറഞ്ഞാൽ. അതാണ്, മനസ്സിലായോ? ഒരു മനസ്സിന് താങ്ങാവുന്നതിലും വഹിക്കാവുന്നതിലും മാക്സിമം വഹിക്കുന്നതിനാണ് എന്ത് പറയാ? ശക്ക എന്ന് പറയുക. അപ്പോ ഖമർ എന്ന് പറഞ്ഞാൽ മനുഷ്യ ബുദ്ധി. വൽ ഖമറ ഖദ്ദർനാഹു മനാസില, ഖമറിന് മൻസിലുകളുണ്ട്. ചിലത് ഒരു രേഖയേ ഉണ്ടാവുള്ളൂ ചിലരുടെ ഖമറുകൾക്ക്. ചിലരുടെ ഖമറുകൾക്ക് നല്ല വീതി ഉണ്ടാവും. ചിലരുടെ ഖമറ് ബദറായി മാറും. അങ്ങനെ ഒരു ഖമറിന് വഹിക്കാവുന്നതിൽ മാക്സിമം വഹിച്ചു കഴിഞ്ഞാൽ അതാണ് വൻശക്കൽ ഖമർ. ഒരു ഖമറിന്, ഒരു മനുഷ്യ ബുദ്ധിക്ക് വഹിക്കാവുന്ന, ചെന്നെത്താവുന്ന അറിവിന്റെ മാക്സിമത്തിൽ ചെന്നെത്തിക്കഴിഞ്ഞാൽ
അതാണ് കമറിന് ശക്ക സംഭവിച്ചാൽ അപ്പൊ സാഹത്തടുത്തു എന്നാണ് അതിന്റെ അർത്ഥം. സാഹത്തടുത്തു എന്ന് പറഞ്ഞാൽ അറിവിന്റെ ഈസയുടെ അറിവിലേക്ക് അവന് എത്താനായി എന്നാണ് അതിന്റെ അർത്ഥം. മുഖറബാകാനായി. ഈസ മുഖറബാൻ. അതാണ് ഒത്തിരി അലേഹി. അപ്പൊ തിലാവത്തിൽ നിന്നാ പോകുന്നത്. തിലാവത്ത് എന്ന് പറഞ്ഞാൽ തുടരുക, പിന്തുടരുക. നബഅല്ലദീ ആതൈനാഹു ആയാതിന, എന്റെ ആയത്തുകൾ കിട്ടിയ ആ നബ എവിടുന്നാ കിട്ടുക? മുന്നറിയിപ്പ്, വൃത്താന്തങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കും എനിക്കും നിങ്ങൾക്കും. കിട്ടൂലേ? ഇത് ചരിത്ര ഗ്രന്ഥമായി വായിച്ചത് മനസ്സിലാവില്ല. വലമു അന്നഫീക്കും റസൂലുള്ള, നിങ്ങളിൽ അള്ളാന്റെ ദൂതനുണ്ടെന്ന് നിങ്ങൾ അറിയണം, അല്ലെ? സൂറത്ത് ഗുജറാത്ത് 7 അല്ലെ? വലമു, നിങ്ങൾ അറിയുക, അന്നഫീക്കും, തീർച്ചയായും നിങ്ങളിൽ ഉണ്ട്, റസൂലുള്ള, അള്ളാഹുവിന്റെ റസൂലുണ്ട്. ലഖദ് ജാഅക്കും റസൂലുൻ, നിങ്ങൾക്ക് റസൂല് വന്നിരിക്കുന്നു. എവിടെ നിന്ന്? മിമ്മക്ക, മക്കയിൽ നിന്ന് നിങ്ങൾക്കൊരു റസൂല് വന്നിരിക്കുന്നു. ഉണ്ടോ? ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും, ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും, നിങ്ങളുടെ നഫ്സിൽ നിന്ന് നിങ്ങൾക്കൊരു ദൂതൻ വന്നിരിക്കുന്നു. ലഖദ് ജാഅക്കും റസൂലും മിൻ ഈജിപ്ത്, ആയത്തില്ല ഖുർആൻ. ലഖദ് ജാഅക്കും റസൂലും മിൻ ബനി ഇസ്രായേൽ, ബനു ഇസ്രായേലിൽ നിന്ന് ഞങ്ങൾക്കൊരു, ബനു ഇസ്രായേൽ നമ്മളിലാണ്, അത് അങ്ങനെ ആയത്തുണ്ട്, അങ്ങനെ ആയത്തുണ്ട്. അത് ബനു ഇസ്രായേൽ നമ്മളിലാണ് മാത്രം, ഒരു പ്ലേസ് പറഞ്ഞിട്ടില്ല. ലഖദ് ജാഅക്കും റസൂലും മിൻ അഫ്ഗാനിസ്ഥാൻ ഫത്തബിഊഹു, അതുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തെ പിന്തുടരുക. ഇല്ല. ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. വമാ കുന്നാ മുഅദ്ദിബു, ഒരു ജനതയെയും ഞാൻ ശിക്ഷിക്കുകയില്ല, ഹത്താ നബ്അസ ഫീഹിം, അവരിൽ നിന്ന് ഞാൻ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് വരെ റസൂല, ഒരു ദൂതനെ. വമാ കുന്നാ മുഅദ്ദിബീന, ഞാൻ അവരെ ശിക്ഷിക്കുകയില്ല. ശിക്ഷിക്കലല്ല കേട്ടോ, അത് പിന്നെ ഞാൻ പറയാം. അദാബ് എന്ന് പറഞ്ഞാൽ ശിക്ഷയല്ല, ഒന്നുമല്ല എന്നപ്പോ മാഷ് പറയുന്നത്. അതെ, അത് വല്ലാത്തതാണ് അദാബ്. അത് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ലേ? ഒരാൾക്ക് ദൈവത്തിന്റെ വചനങ്ങൾ അദബ് രുചികരമല്ലെങ്കിൽ അത് അവന് അദാബ്, ഒരു അലിഫ് അവിടെ വരും. ഒരു അലിഫ്, ഞാൻ നേരത്തെ പറഞ്ഞൊരു അലിഫ്, ഒരു തടസ്സമായി, രുചിക്ക് തടസ്സമായി അതവിടെ വരും. അതവന്റെ മനസ്സിൽ രുചിക്ക് ഫാജിറാവുന്നത് പോലെ, മുൻഫിക്ക് മുനാഫിക്കാവുന്നത് പോലെ, ഹുവ ഹവയാവുന്നത് പോലെ അദാബായി മാറും. അദബുൻ, ഇതാ ശുദ്ധമായ ജലം കുടിക്കൂ, അല്ലെ? അദാമാവുൻ മിൽഹുൻ ഉജാജ്, ഇതാ ഉപ്പ് വെള്ളം, 2 വെള്ളം. അത് അദബുൻ ഫുറാത്ത്, നല്ല ശുദ്ധമായ ജലം. ഒരാൾക്ക് ദൈവത്തിന്റെ വചനം, ആ ജലം അദബായ അല്ലാതെ എപ്പോൾ അത് മാറുന്നുവോ, അത് വേണ്ടെന്ന് വെക്കുന്നുവോ, അപ്പോൾ അവന്റെ മനസ്സിൽ അത് അദാബായി മാറും. അപ്പൊ തീരിട്ട് കരിക്കലല്ലേ? കരിക്കണവര് കരിച്ചോട്ടെ, ഒരു കുഴപ്പമില്ല. ഇവര് പറയുന്നത് നീതിമാനായ അള്ളയാണ്. ഇവൻ ചെയ്ത കുറ്റം എന്താണോ? വിശന്നപ്പോ ഭക്ഷണം കഴിച്ചത്, മക്കത്തേക്ക് പോകാത്തത്, തലകുത്തി മറിയാത്തത്. എന്നിട്ട് പിന്നെ ഹിറ്റ്ലർ ചെയ്ത നീതികേടിന് നീതി നടപ്പിലാക്കേണ്ട ലോകത്തെ കുറിച്ച് ഇവർ പറയുന്നത് മടമ്പും കാലും വന്ന് തുണി ഇറങ്ങി ആ കാലാകാലത്ത് പൊരിക്കണം വാർത്തവൻ. ഹിറ്റ്ലർ ജീവനുണ്ടാകുമ്പോ ഓടി രക്ഷപ്പെടാൻ പറ്റുമ്പോ പ്രതികരിക്കാൻ കഴിവുണ്ടാകുമ്പോഴാണ് ആളെ കൊന്നത്.
ഇതൊന്നും അനങ്ങാൻ പറ്റാത്ത കബറിൽ കൊണ്ടുപോയി വെച്ചിട്ടാണ് ഒരു തുള്ളി മൂത്രം പോകാത്തതിന്റെ പേരിൽ മലക്കുകളെ വിട്ട് ഇടിച്ച് ചമ്മന്തിയാക്കുന്നത്. നീതിമാനാരാണ്? അല്ലാഹ്. കാരുണ്യവാനാരാണ്? അല്ലാഹ്. ഇവൻ ഒരു തുള്ളി വെള്ളം കുടിച്ചതിന്, മക്കത്തേക്ക് ടൂറ് പോകാത്തതിന്, തലകുത്തി മറിയാത്തതിന് കാലാകാലത്ത് പൊരിക്കുക. പ്രതികരിക്കാൻ കഴിവില്ലാത്തവന് ഇട്ട് പൊരിക്കുന്നത് അള്ളാഹു കാരുണ്യവാനും നീതിമാനും റഹ്മാനും റഹീമും. അത് നമുക്ക് മനസ്സിലാകുന്നില്ല. ഇങ്ങോട്ട് ഹിറ്റ്ലറുടെ നീതികേടിന് നീതി നടപ്പിലാക്കാൻ പറ്റുന്ന ലോകാത്രയാണ്. ഹിറ്റ്ലർ ചെയ്തത് പ്രതികരിക്കാൻ കഴിയുമ്പോഴാണ്. ആളുകൾക്ക് വേണമെങ്കിൽ പ്രതികരിക്കാമായിരുന്നു, ഓടി രക്ഷപ്പെടാമായിരുന്നു, രാജ്യം വിടാമായിരുന്നു. ഇതൊന്നിനും പറ്റാത്ത, അനങ്ങാൻ പറ്റാതെ 4 ചുമലിന്റെ മുകളിൽ കല്ലും വെച്ച് അനങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ കൊണ്ടുപോയിട്ടിട്ടാണ് ഇടിച്ച് ചമ്മന്തിയാക്കുന്നത്. നീതിമാനായ റബ്ബ് ഇവൻ ചെയ്ത കുറ്റം കൊള്ളുന്നു. വൈലുള്ളിലാക്കാം മടമ്പും കാലുമ വെള്ളാകാത്തവന് വൈലെന്ന നരകം. വൈലുള്ളിൽ വൈല് എന്ന് പറഞ്ഞ നരകത്തിലെ ഏറ്റവും താഴ്ന്ന സ്ഥലം, ഏറ്റവും മോശപ്പെട്ട സ്ഥലം. എന്താണ് അവൻ ചെയ്ത കുറ്റം? ഇല്ല അക്കബ് അവന്റെ മടമ്പും കാലുമ വെള്ളമായിട്ടില്ല. നീതിമാനും കാരുണ്യവാനും പരമകാരുണികനും ദയാലുവും ആയ അള്ളാഹു. ആ അള്ളാഹുവിനെ നമുക്ക് പരിചയമില്ല, അത് പിന്നെ വേറെ വിഷയം. അപ്പൊ അതിനൊന്നും അവർക്ക് മറുപടി ഇല്ല. നീതിമാനായ റബ്ബാത്തര്, നീതിമാനായ അള്ളാഹു. അള്ളാഹുവിന്റെ നീതി എത്രയെന്ന് നിങ്ങൾക്കറിയാം. അത് മനസ്സിലാക്കി അന്തം പെടും. റഹ്മാനാണ് അവൻ. റഹ്മാൻ, 2 കാരുണ്യത്തിന്റെ ഉടയവനാണ് അവൻ. അത് വാക്കുകൾ കൊണ്ടും കർമ്മങ്ങൾ കൊണ്ടും റഹീമുമാണ് അവൻ, അല്ലേ? അത് ഒരാൾ പറഞ്ഞു, അള്ളാഹുവേ നിന്നിൽ ഞാൻ തവക്കുലാക്കിയിരിക്കുന്നു, ബലമേൽപ്പിച്ചിരിക്കുന്നു, നിന്നോട് ഞാൻ തുഴർന്ന് പ്രാർത്ഥിച്ചിരിക്കുന്നു. അള്ള പറഞ്ഞു, നീ എന്തിനാണ് എന്നോട് പ്രാർത്ഥിക്കുന്നത്? നീ പ്രാർത്ഥിച്ചിട്ടാണോ നീ ഉമ്മയുടെ റഹമിലാവുമ്പോൾ, ഗർഭപാത്രത്തിലാവുമ്പോൾ നിനക്ക് ഞാൻ ആവശ്യമായതെല്ലാം തന്നത്? നീ പ്രാർത്ഥിച്ചിട്ടാണോ തന്നത്? നീ എന്തിനാണ് എന്നോട് പ്രാർത്ഥിക്കുന്നത്? നീ ചോദിക്കാതെ തന്നെ എന്റെ ഒരു റഹമ്, അതാണ് റഹ്മാൻ. 2 റഹമ്. ഗർഭപാത്രത്തിന് റഹമ് എന്നാണ് പറയുക. കാരുണ്യം എന്ന വാക്കും തന്നെയാണ്. അത് കാരുണ്യത്തിന്റെ പാത്രമാണ്. 1ാമത്തെ കാരുണ്യത്തിന്റെ പാത്രത്തിൽ നീ ആയിരിക്കുമ്പോൾ നീ ചോദിക്കാതെ തന്നെ നിനക്ക് ഞാൻ ഒക്കെ തന്നില്ലേ? പിന്നെ ഈ 2ാമത്തെ ഈ പ്രപഞ്ചത്തിന്റെ കാരുണ്യത്തിന്റെ ഈ പാത്രത്തിൽ നീ എന്തിനാണ് എന്നോട് ചോദിക്കുന്നത്? നിനക്ക് വേണ്ടതെല്ലാം ഇവിടെയുണ്ട്. പക്ഷെ അത് നീ നീതിപൂർവം അന്വേഷിച്ച് കണ്ടെത്തി ഉപയോഗിക്കുക. അവിടെ 1ാമത്തെ ഗർഭപാത്രത്തിൽ നീ അറിയാത്ത കാണുന്ന ഒരു വയറ് നിന്നിലേക്ക് ഇട്ട് തന്നിരുന്നുവെങ്കിൽ, ഇവിടെ കാണാത്ത ഒരു വയറ്, ഒരു ട്യൂബ് നിന്റെ മനസ്സിലേക്ക്, ചിന്തയിലേക്ക് ഞാൻ ഇട്ട് തന്നിട്ടുണ്ട്. ആ ട്യൂബിലൂടെ നീ എന്റെ അനുഗ്രഹങ്ങൾ എടുത്തുപയോഗിക്കുക. അതാണ് റഹ്മാൻ. അത് അവന്റെ വാക്കുകളിലുള്ള റഹ്മാൻ. പിന്നീട് റഹീം. അതാണ് റഹ്മാൻ റഹീമോ നിങ്ങൾ എന്നോട് ഇപ്പൊ വ്യാഖ്യാനിക്കാൻ പറയണ്ട. അതാണ് റഹ്മാൻ. ആരാണെന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും വലിയൊരു റഹ്മാനെ നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. എന്താ നിങ്ങൾക്ക് ഇവിടെ വേണ്ടത്? എന്താ വേണ്ടത്? അതാ പറയുന്നത്, നമ്മുടെ ഉമ്മയുടെ റഹമ് എന്നാണ് ഗർഭപാത്രത്തിന്റെ വേട്. അത് ഒരു റഹമ്. ഈ പ്രപഞ്ചം അവന്റെ 2ാമത്തെ റഹ്മാന്. അതാണ് റഹ്മാൻ. ഇത് തന്നവരാണ് റഹ്മാൻ. ആ ഉമ്മയുടെ ഗർഭപാത്രത്തിലാവുമ്പോൾ എന്തായിരുന്നു നമുക്ക് കുറവ്? എന്തായിരുന്നു കുറവ്? നമ്മൾ ചോദിച്ചിരുന്നു, അവിടെ എന്തെങ്കിലും ചോദിച്ചിരുന്നു? 24 മണിക്കൂർ നമ്മൾ തുറന്നിട്ടാ തന്നിക്കണത്? അല്ല. വെള്ളവും രക്തവും ഭക്ഷണവും എല്ലാം ഇങ്ങനെ തന്നുകൊണ്ടേയിരിക്കുക. ഒന്നും ചോദിക്കണ്ട. ഇവിടുന്ന് തന്നുകൊണ്ടിരിക്കുകയാണ് പടച്ചോൻ. അള്ളാന്റെ സൂര്യപ്രകാശത്തിന്റെ കാരുണ്യം തന്നെ നിങ്ങൾക്ക് ഒരു 10,000
കിതാബ് എഴുതിയാൽ തീരുമെന്ന് തീരൂല. അതാണ് ദൈവത്തിന്റെ കാരുണ്യം മുഴുവൻ നേരിട്ടാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ അനുഗ്രഹമാകുന്ന മാർഗദർശനവും നേരിട്ട് കിട്ടുന്നുണ്ട്. അതാണ് വഅലമു അന്ന ഫീക്കും റസൂലുള്ളാഹി എന്ന് പറഞ്ഞത്. ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും. കാറ് നേരക്ക് വരുമ്പോ ചാടിക്കോ സൈഡിലിരിക്കണ ഏത് ദൂതനാ മുന്നറിയിപ്പ് തരുന്നത്? ഏത് ദൂതനാ? തീ വരണു ഓടിക്കോന്ന് ഏത് ദൂതനാ മുന്നറിയിപ്പ് തരുന്നത്? കിതാബ്. ഒരു മക്കത്തുനിന്ന് ഒരു ദൂരം വന്നിട്ട് തീ വരുമ്പോൾ നീ ഓടണം കേട്ടോ. എപ്പോഴത്തിന് നമ്മളെ പണി കഴിഞ്ഞിട്ടുണ്ടാവും. 24 മണിക്കൂറും ഓരോ സെക്കൻഡിലും നമുക്ക് സന്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെ? ഹസീബ. നിന്റെ വിചാരണ നടത്താൻ നിന്റെ നെഫ്സ് തന്നെ ധാരാളം മതി. കിതാബൊക്കെ നീ നിന്റെ കിതാബ് വായിക്ക്. ഇതല്ല നിങ്ങൾ എന്റെ കിതാബാ വായിക്കണത്. ഞാന് ജാഫറത്തോളി എങ്ങനെയെന്നാ ഞാൻ വായിക്കണത്. ഞാൻ എങ്ങനെയെന്നല്ല വായിക്കണത്. ഒരാളും അവനവന്റെ കിതാബ് വായിക്കണില്ല. സയ്യിദലവി ആരാണെന്ന് ഞാൻ വായിക്കണില്ല. ഞാൻ വായിക്കണത് ബഷീർ എങ്ങനെയെന്നാ ഞാൻ വായിക്കണത്. എന്റെ ഉസ്താദ് എങ്ങനെയെന്നാ ഞാൻ വായിക്കണത്. ഷംസ് എങ്ങനെയെന്നാ ഞാൻ വായിക്കണത്. ഇക്കറയിൽ കിതാബൊക്കെ നീ നിന്റെ പുസ്തകം വായിക്ക്. ഒരാളും ഒരാളുടെ ബുക്കും വായിക്കാൻ തയ്യാറല്ല. ഞാൻ എന്നെ വിലയിരുത്താൻ തയ്യാറല്ല. അവിടെയാണ് പ്രശ്നം. ഇതിനും വലിയ സൈക്കോളജി എന്താ എനിക്ക് പറയാനുള്ളത്? ഇനി വേറൊരു സൈക്കോളജി ഒന്നും ഈ ഖുർആന്റെ മുമ്പിൽ കൊണ്ടുവന്ന വെക്കാം. എന്റെ അറിവിലില്ല. നിങ്ങളെ അറിവിലുണ്ടെങ്കിൽ കൊണ്ടുവന്ന് വെച്ചോളെ, എനിക്ക് കുഴപ്പമില്ല. ഇത്രയും മനുഷ്യന്റെ മനസ്സിനെ സംസ്കരിച്ച് ശുദ്ധ പ്രകൃതിയിലേക്ക്, അവന്റെ കുട്ടിയിലേക്ക് കൊണ്ടുപോകാൻ ഒരു കളങ്കമില്ലാതെ, ശത്രുതയില്ലാതെ, പകയില്ലാതെ, ആളുകൾ അനാവശ്യം എഴുതിക്കോട്ടെ, നമ്മളൊന്നും പറയണ്ട. നായേന്നോ പട്ടീനോ പുരുപ്പെന്നോ എന്ത് വേണമെങ്കിലും എഴുതിക്കോട്ടെ. നമ്മളതല്ലേ ഇതിലേക്ക് വന്നപ്പോ തന്നെ പറഞ്ഞു, ഒരു മാസികയിൽ നിരന്തരം എഴുതിക്കൊണ്ടിരിക്കാൻ. പാപം സാധു എഴുതി അങ്ങോട്ട് മരിക്കാന്നല്ലാതെ നമ്മൾ അതേ ഭാഷയിൽ പ്രതികരിക്കരുത്. നമുക്ക് ശത്രുതയില്ല, നമുക്ക് വിദ്വേഷമില്ല, പകയില്ല. അതിന് എഴുതണത് എഴുതി അങ്ങോട്ട് പോകാന്നല്ലാതെ നമുക്ക് പറയാനുള്ളത് ഞാൻ നന്നായിക്കണമെന്നാ നമുക്ക് നോക്കാനുള്ളത്. അതാണ് ഇഖ്റ കിതാബ്. അതാണ് ഇഖ്റ ബിസ്മി റബ്ബിക. നീ നിന്റെ റബ്ബിന്റെ ഇസ്മു ഗുണങ്ങൾ കൊണ്ട് വായിക്കുക. ഇഖ്റ ബിസ്മി റബ്ബി സൈദിൻ. സൈദിന്റെ റബ്ബിന്റെ നാമ് ഇഖ്റ ബിസ്മി റബ്ബിക. അതാണ് നിന്റെ റബ്ബ്. അങ്ങനെ വായിച്ചാൽ അവസാനം അന്തല്ലാല, നീയാണ് അത്യുന്നതൻ എന്ന് മൂസയോട് പറഞ്ഞതുപോലെ ആ അവസ്ഥയിലേക്ക് മലഉൽ-അഅലയിലേക്ക് നീ എത്തും. അപ്പൊ മലഉൽ-അഅല എന്ന് പറഞ്ഞാൽ അള്ളാന്റെ 4 ഭാഗവും ചുറ്റുഭാഗവും വട്ടളഞ്ഞിരുന്ന മലക്കുകളല്ലേ? വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം, ഞാൻ എതിരല്ല. മലഉൽ-അഅലയിലേക്ക് എത്തണ്ടേ നമുക്ക്. അപ്പൊ മൂസയോട് അന്തല്ലാല, നീയാണ്, അപ്പോൾ നീയായിരിക്കും ഉന്നതൻ എന്ന് നീ നിന്റെ ഹബിലുകൾ ഇടുക. അപ്പോൾ അവരുടെ എല്ലാ കയറുകളെയും വടികളെയും ഒക്കെ നിന്റെ ഹബില് വിഴുങ്ങിക്കളയും. അങ്ങനെ നീ അന്തല്ല പതക്കൂനു അന്തൽ ആയല, നീയായിരിക്കും ഏറ്റവും വലിയ ഉന്നതൻ. ആ സ്ഥലത്തെത്തിക്കഴിഞ്ഞാൽ അവനിൽ അത്യുന്നതമായ ആശയങ്ങൾ നിറക്കപ്പെടും. അവനിൽ നിറക്കപ്പെടും. അതാണല്ലോ അന്ന ജഹന്നമ മിനൽ ജിന്നതി വന്നാസി അജ്മഈൻ. അവൻ മലയിലെത്തി അവനിൽ അത്യുന്നതമായ ആശയങ്ങൾ നിറക്കപ്പെട്ട ആ അവസ്ഥയിൽ മലഉൽ-അഅലയിൽ അവൻ എത്തിപ്പെടും. എന്നാൽ ഈ യാത്രയ്ക്ക് തയ്യാറാകാത്തവനോ അഖലദ ഇലൽ അർളി, അവൻ ഭൂമിയിലേക്ക് ശാശ്വതനാവും. അവൻ ഫിർഔനാവും. വഇന്ന ഫിർഔന അലാ ഫിൽ അർളി, ഈ അറിവിന്റെ ഭൂമിക തന്നെ ഏറ്റവും വലിയതാണെന്ന് അവൻ ധരിച്ചു എന്നാണ്. അവൻ അറിവിന്റെ യാത്ര ചെയ്യാൻ തയ്യാറായില്ല. അവൻ മിറാജിന് തയ്യാറായില്ല, ഇസ്രായിന് തയ്യാറായില്ല.
മൂസ ഇസ്രായേൽ തയ്യാറായി. അപ്പോൾ മിഅ്റാജ് നടത്തി. അവിടെ ആരെയൊക്കെ കണ്ടു? ആദമിനെ കണ്ടു, നൂഹിനെ കണ്ടു, ഇബ്രാഹിമിനെ കണ്ടു, അവസാനം എല്ലാ പ്രവാചകന്മാരെയും ആ യാത്രയിൽ കണ്ടു. അപ്പൊ മിഅ്റാജുണ്ടോ? മിഅ്റാജുണ്ട്. ഇപ്പൊ മനസ്സിലായോ? മിഅ്റാജുണ്ടോ? മിഅ്റാജുണ്ട്. അപ്പൊ അതുകൊണ്ട് ഹുബൂത്തല്ല, ജന്നത്തിൽ നിന്ന് നിങ്ങൾ ഇറങ്ങിപ്പോന്നാൽ പൊതഷ്ക, നിങ്ങൾ ശഖിയായി മാറും. എന്താണ് ഖുർആൻ പറഞ്ഞില്ലേ? നിങ്ങൾ ജന്നത്തിൽ നിന്ന്, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോകരുത്. ഈ കുട്ടി എപ്പോഴാണ് ജന്നത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്? അപ്പോൾ അവൻ പൊതഷ്ക, അവൻ ശഖിയായി, ദൗർഭാഗ്യവാനായി മാറും. യാ താഹാ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതശ്ഖ. അപ്പൊ ഖുർആനിൽ നിന്ന് ഇറങ്ങിപ്പോന്നാൽ ശഖിയാവും. അപ്പൊ ജന്നത്തിൽ നിന്ന് ഇറങ്ങിപ്പോന്നാലും ശഖിയാവും. അപ്പൊ ജന്നത്ത് എന്താണെന്നും ഖുർആൻ എന്താണെന്നും നിങ്ങൾക്ക് മനസ്സിലായി. ജന്നത്തിൽ നിന്ന് ഇറങ്ങിപ്പോന്നവനും ശഖിയാവും. താഹാ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതശ്ഖ. ശഖിയാകാനല്ല നിനക്ക് ഞാൻ ഖുർആൻ ഇറക്കി തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഖുർആൻ വായിക്കുക. ഈ ആയത്ത് വിശദീകരിച്ചില്ല, ക്ഷമിക്കുക. അതുകൊണ്ട് ഖുർആൻ പഠിക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുന്നു.